ഒന്നാം പ്രതിയാണ്. അതിപ്പം രാജഗോപാലിൻ്റെ മനസ്സിലൊന്നും ഓർമ്മയില്ലാത്തത് പറയാത്ത രാജഗോപാലിൻ്റെ പ്രതിയാണ്. ഞാനും രാജഗോപാലിൻ്റെ പ്രതികളാണ്. ഇന്നല്ല, എനിക്കല്ല, എന്നെ സമൻസ് അയക്കാൻ അവർക്ക് അധികാരമില്ലാത്തവർ മാറ്റിവെക്കും. ഞങ്ങളെല്ലാം പ്രതികളായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് ഞങ്ങളാരോ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. രാജഗോപാൽജി 96 വയസ്സുള്ള രാജഗോപാൽജി പ്രതിയാണ്. 2018 എന്തോ കാറ് അടിച്ചു പൊളിച്ചു എന്നോ എന്തോ പറഞ്ഞിട്ടാണ്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച കൊടുത്തു. സമൻസ് കിട്ടിയ കുറേ ആൾക്കാരുണ്ട്. അതേ 10 പേരെ പ്രതികളാക്കി. കണ്ടാലറിയുന്നവരുടെ കൂട്ടത്തിൽ രാജഗോപാൽ, രാജഗോപാൽ, ശ്രീധരൻപിള്ള, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ്. നമസ്തേ. ശബരിമലയിലെ ആചാര സംരക്ഷണ സമരത്തിൽ പങ്കെടുത്ത ഹൈന്ദവ നേതാക്കളെ വേട്ടയാടുന്ന നടപടി തുടർന്ന് സംസ്ഥാന സർക്കാർ. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേരെ പ്രതിയാക്കിയാണ് പോലീസ് കുറ്റപത്രം. മുൻ MLA രാജഗോപാലും പട്ടികയിലുണ്ട്. ശബരിമല പ്രക്ഷോഭ സമയത്ത് വാഹനങ്ങൾ അടിച്ചു തകർത്തുവെന്ന കേസിലാണ് മാന്നാർ പോലീസിന്റെ കുറ്റപത്രം സമർപ്പിക്കൽ. ശബരിമലയുടെ പേരിൽ വീണ്ടും വേട്ടയാടലോ? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ, ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ, BJP നേതാവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നിവരൊപ്പം ചേരും. അതിനു മുൻപ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രശാന്തിലേക്ക്. പ്രശാന്ത്, എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ഗോപാൽജിയുടെ പോരെന്ന് പറഞ്ഞേ കൃഷ്ണരാജ്, ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മാന്നാർ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട മാന്നാർ പോലീസാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്കും അതോടൊപ്പം തന്നെ മുതിർന്ന BJP നേതാവും മുൻ മന്ത്രിയും MLAയുമായിരുന്ന രാജഗോപാൽ അടക്കമുള്ള 10 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൽ പറയുന്നത് മാരകായുധങ്ങൾ കൊണ്ടുള്ള ആക്രമണം എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഉൾപ്പെട്ടവരാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും അതോടൊപ്പം തന്നെ മുതിർന്ന BJP നേതാവ് ഉൾപ്പെടെയുള്ളവർ, അതായത് മുതിർന്ന BJP നേതാവ് രാജഗോപാൽ ഉൾപ്പെടെയുള്ളവരെയാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു ചടങ്ങിലാണ് ഈ ജനം TVയോട് ഗോവ ഗവർണർ ഇക്കാര്യം പറയുന്നത്. അതായത് എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നടക്കം ചോദിച്ചുകൊണ്ട് പിണറായി സർക്കാരിനെയും പോലീസിനെയും വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. 2018 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രത്തിലാണ് ഇപ്പോൾ ഗോവ ഗവർണറെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മറ്റ് മുതിർന്ന BJP നേതാവ് രാജഗോപാൽ അടക്കമുള്ളവർ 10ഓളം പേർ ഈ കേസിൽ പ്രതികളുമായിട്ടുണ്ട്. മാന്നാർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ 2018 ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടൊരു സമരം നടക്കുന്നു. ആ സമരത്തിൽ വാഹനങ്ങൾ തല്ലിത്തകർത്തു എന്നാണ് കേസിന് ആധാരമായ കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ ആ സമയത്ത് മാന്നാറിനോട് ചേർന്ന് കിടക്കുന്ന പരിസര പ്രദേശങ്ങളിൽ പോലും താൻ പോയിട്ടില്ല. മാത്രമല്ല വന്ധ്യവയോധികനായ രാജഗോപാലിനെ അടക്കം പ്രതി ചേർത്തിരിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് പറയുന്നു. അതായത് പ്രതികാര നടപടി, ഈ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ പ്രതികാര നടപടി ഇപ്പോഴും സംസ്ഥാന സർക്കാർ വെച്ചുപുലർത്തുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇത്തരത്തിൽ 2018 നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട വീണ്ടും അതിൽ ഈ ഭക്തരെ വേട്ടയാടുന്ന സമീപനം നിലവിലും നിലനിൽക്കുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് വേണം ഇത്തരം സമീപനങ്ങളെ കണ്ടെത്താനെന്നും വിമർശനങ്ങളായിട്ട് വരുന്നു. എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ വിമർശനങ്ങളാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ ഭരണഘടനാ പദവി വഹിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ഗവർണർ ആയതുകൊണ്ട് മാത്രമാണ് ഈ PS ശ്രീധരൻപിള്ളയ്ക്ക് സമൻസ് അയക്കായിരുന്നത്. എന്നാൽ കുറ്റപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ പരാമർശിക്കുന്നുമുണ്ട്. മാത്രമല്ല മറ്റ് 10ഓളം പേരുടെ പേരുകളും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെല്ലാവരും മാന്നാർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കാറ് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തല്ലി തകർത്തു എന്നതാണ് കേസ്. ഈ കേസിൽ സത്യവിരുദ്ധമാണെന്നും കേസ് അവാസ്തവമാണെന്നും അടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം സഭയിൽ പരിപാടിയിൽ ഉന്നയിക്കുകയും ചെയ്തു. എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്, ഇത്തരം പിണറായി സർക്കാരിൻ്റെ പ്രതികാര നടപടിയാണെന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. ജനം TVയോട് തുടർന്ന് ഈ പരിപാടിക്ക് ശേഷം ജനം TVയോട് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ വിശദമായ വിവരങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇതിൽ ആണ് 2018 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടുള്ള മറ്റ് 10 പേരെ, അതായത് BJPയുടെ മുതിർന്ന നേതാവ് രാജഗോപാൽ ഉൾപ്പെടെയുള്ളവരെ 10ഓളം പേരുകളെ
10ഓളം പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത്. നമുക്കറിയാം, പല കേസുകളും നേരത്തെ ഇത്തരം സംഭവങ്ങൾ കഴിയുമ്പോൾ ആ സംഭവ സമയത്ത് കേസെടുക്കുമെങ്കിലും അതിനുശേഷം പിന്നീട് എഴുതിത്തള്ളുന്ന നടപടികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പല കേസുകളും നമുക്കറിയാം, ഈ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളെല്ലാം സംസ്ഥാന സർക്കാർ പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികാര നടപടി ഇപ്പോഴും സംസ്ഥാന സർക്കാർ തുടരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കാൻ. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സമൻസ് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചതും കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. ആ കുറ്റപത്രത്തിലാണ് PS ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരാമർശിക്കുന്നത്. വലിയ രീതിയിൽ ഇപ്പോൾ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നു. KP ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ളവർ, RV ബാബു ഉൾപ്പെടെയുള്ളവർ വിമർശനങ്ങളുമായി രംഗത്തെത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ശബരിമല പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്? അതായത് പ്രഥമ ദൃഷ്ട്യാ കള്ളമെന്ന് ബോധ്യമാകുന്ന കാരണങ്ങളാണ് കേസിൽ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് എന്ത് കുറ്റപത്രമാണ് ഈ സമർപ്പിച്ചിരിക്കുന്നത്, കോടതിയിലെത്തിയാൽ ഇത് തള്ളിപ്പോകും. അദ്ദേഹം പറഞ്ഞത് എന്ത് കുറ്റപത്രമാണ് ഈ സമർപ്പിച്ചിരിക്കുന്നത്, കോടതിയിലെത്തിയാൽ ഇത് തള്ളിപ്പോകും. പ്രഥമദൃഷ്ട്യാ തന്നെ അവാസ്തവമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കുറ്റപത്രമാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കേവലം പ്രതിയാക്കുക എന്നൊരു ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശനവും ഉന്നയിച്ചിരുന്നു. എന്ത് പോലീസ് സംവിധാനമാണ് ഇവിടെയുള്ളത്, എന്ത് പോലീസ് സംവിധാനമാണ്, എന്താണ് ഈ പോലീസ് നടത്തുന്നത്, ഒരു ചിന്തിക്കാൻ ശേഷിയില്ലാത്ത പോലീസ് സമൂഹമാണോ സംസ്ഥാനത്തുള്ളത് എന്നടക്കമുള്ള രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ഇത് തെറ്റായതും അവാസ്തവമായ കേസാണ് എന്നത് പ്രഥമദൃഷ്ട്യാ തന്നെ കോടതിക്ക് മനസ്സിലാകും. എന്തായാലും കോടതിയെ താൻ ഇത് നേരിടുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. തനിക്ക് സമൻസ് തരാൻ കഴിയാത്തത്, ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് താൻ ഭരണഘടനാ പദവി വഹിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളായത് പോയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ സമൻസ് തരാത്തത്. എന്നാൽ കേസിൽ താനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്നും നിയമപരമായി തന്നെ താൻ ഇതിനെ നേരിടുമെന്നും അദ്ദേഹം ജനം TV-യോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന 10ഓളം പേരിൽ മുതിർന്ന BJP നേതാവായിട്ടുള്ള O രാജഗോപാലുമുണ്ട്. ഇവർ രണ്ടുപേരും സംഭവ സ്ഥലത്തില്ല എന്നിരിക്കെയാണ് ഇത്തരം കേസുകൾ, അനാവശ്യമായ കേസുകൾ എഴുതിച്ചേർന്നത്. പോലീസിന് തന്നെ അറിയാം ഈ കേസ് സത്യവിരുദ്ധവും അവാസ്തവവുമാണെന്ന് പോലീസ് തന്നെ അറിയാം. ആ കേസ് എഴുതിത്തള്ളാൻ പോലും കഴിയാതെ വീണ്ടും 2010 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് വീണ്ടും ഇപ്പോഴും അതിൻ്റെ നിയമ നടപടികൾ തുടരുന്നത്, പ്രതിഷേധങ്ങൾ തുടരുന്നത്, ആ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. സർക്കാരിൻ്റെ വൈരാഗ്യ ബുദ്ധി ഇപ്പോഴും ഹൈന്ദവ സമൂഹത്തോടും അതോടൊപ്പം തന്നെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിന്നവരോടുമെല്ലാം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കൃഷ്ണരാജ്, ഇതിനകത്ത് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ ഇത്തരമൊരു കേസെടുക്കാമെങ്കിൽ അന്ന് ആ നാമജപ പ്രതിഷേധം നടത്തിയ ലക്ഷക്കണക്കിന് ആൾക്കാർ സംസ്ഥാനത്തുണ്ട്, ലക്ഷക്കണക്കിന് ഭക്തർ സംസ്ഥാനത്തുണ്ട്. ആ സംസ്ഥാനത്ത് ഈ ഭക്തരുടെ എല്ലാം ഗതി എന്താകുമെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഈ പ്രതികാര നടപടിയിൽ നിന്നും സംസ്ഥാന സർക്കാർ ഇതുവരെ വിട്ടുപോയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അവാസ്തവവും അതോടൊപ്പം തന്നെ സത്യവിരുദ്ധവുമായ ഒരു കേസ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ 1-ാം പ്രതിയാക്കി കൊണ്ടെടുത്തിരിക്കുന്നത് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ BJP നേതാവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു ഒപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, വീണ്ടും വേട്ടയാടുന്നു. അല്ല, ഒരു സംശയവും വേണ്ടല്ലോ. കേരള സർക്കാരിന് പ്രാന്ത് പിടിച്ചതാണോ അതോ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ജനവിരുദ്ധ നയം തുടരുന്നതിൻ്റെ ഭാഗമായി ഭക്തജനങ്ങളോടും ഹിന്ദു സമൂഹത്തിനോടും അവർ കാണിക്കുന്ന നിലപാടാണോ എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ അടിയിലൊപ്പിട്ട ഓഫീസർ എന്ന് പറയപ്പെടുന്ന ആ ഉദ്യോഗസ്ഥനെ വിത്തൗട്ട് എനി ഡിലേ, ഇമ്മീഡിയറ്റ് എഫക്ട് പുറത്താക്കണം. കാരണം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊരു കള്ളക്കേസ് ഉണ്ടാക്കി, കള്ളാരോപണം ഉണ്ടാക്കി, സ്ഥലത്തുണ്ടാവാത്ത ആളുകളെ കൂടി അതിനകത്ത് ചേർത്ത് വെച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ള ഈ കുറ്റപത്രത്തെ പരിപൂർണമായിട്ട് എതിർക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് ഏത് നിലയിൽ പോയാലും അത് കൃത്യമായി തന്നെ അതിനെതിരെ പോരാടും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ദൈവങ്ങളോടും ഹിന്ദു സമൂഹത്തിനോടും ഹിന്ദു ആചാരങ്ങളോടുമുള്ള ആ ഒരു പ്രവർത്തന രീതി എന്ന് പറയപ്പെടുന്നത് നിഷേധാത്മകവും ഒപ്പം തന്നെ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയതുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പോത്തിന് ചമല കളർ കണ്ട ജാതിയാണ്, അല്ലെങ്കിൽ പിണറായിക്ക് കറുപ്പ് കളർ കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാല് ഇവിടെയും തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിന്ദു സമൂഹം നടത്തിയിട്ടുള്ള നാമജപ ഘോഷയാത്രയെ അടക്കം ഇവർ സമരമായി കണ്ടു, വണ്ടികൾ അടിച്ചു തകർത്തു, ആയുധങ്ങൾ എടുത്തു എന്നൊക്കെ പറഞ്ഞ് കള്ള കുറ്റപത്രം ഉണ്ടാക്കി, കള്ളക്കഥയുണ്ടാക്കി പൊതുസമൂഹത്തിനകത്ത് നടത്തുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ BJP ക്കുണ്ട്.
BJP അത് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിലെ അമ്മമാരടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങി നാമജപം ചൊല്ലിയത് അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ്. അവർ അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കാൻ ഈ കേരളത്തിൽ പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്ത് തെരുവിലിറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ആ തെരുവിലിറങ്ങേണ്ടി വന്ന കാര്യവും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ. അന്നത്തെ സമയത്ത് ഇവർ കാണിച്ച നീതികേട്, ഇവർ കാണിച്ച നിഷേധാത്മകമായ നിലപാട്, ഇവർ കാണിച്ച പോലീസിനെ മുന്നിൽ നിർത്തി കാണിച്ച ഗുണ്ടായിസം ഈ ഹിന്ദു സമൂഹത്തിനോടും ഹിന്ദു ആചാരങ്ങളോടും ഹിന്ദു ദൈവങ്ങളോടും ക്ഷേത്ര ദർശനങ്ങളോടും ക്ഷേത്രീയ ശൈലികളോടും ഒക്കെ ഇവർ തുടർന്നു പോരുന്ന വിഷയത്തെയും നമ്മൾ ചർച്ചയാക്കണം. വരും ദിവസങ്ങളിലൊക്കെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹിന്ദു സമൂഹത്തിന്, ഈശ്വര വിശ്വാസം കൊണ്ട് നടക്കുന്ന ഭക്തജനങ്ങൾക്ക്, വിശ്വാസമുള്ള ആളുകൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് അവരെ പോലീസ് ഗുണ്ടായിസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ അടിച്ചേൽപ്പിക്കുന്നു അല്ലെങ്കിൽ അടിച്ചമർത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വേണം നമ്മൾ ഇതിനെ കാണാൻ. ഒരു കാര്യം വളരെ വ്യക്തമായി പിണറായി സർക്കാർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഇവിടുത്തെ പൊതുസമൂഹത്തിനെ, വിശ്വാസി സമൂഹത്തിനെ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് കള്ളക്കേസുണ്ടാക്കി കള്ളക്കഥയുണ്ടാക്കി കുറ്റപത്രം സമർപ്പിക്കുന്ന കുറെ പോലീസ് ഓഫീസർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ഹിന്ദു ആചാരങ്ങൾക്കും ഹിന്ദു വിശ്വാസങ്ങൾക്കും ഹിന്ദു വിശ്വാസങ്ങളിൽ അർപ്പിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്കും നേരെ തിരിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, തെരുവിൽ നേരിടേണ്ട വിഷയമാണെങ്കിൽ തെരുവിൽ നേടും, നിയമപരമായ വിഷയമാണെങ്കിൽ നിയമപരമായി നേരിടും. ഈ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും അവകാശമുണ്ട്, വിശ്വസിക്കാനും അവകാശമുണ്ട്, വിശ്വസിക്കാതിരിക്കാനും അവകാശമുണ്ട്. ആ വിശ്വാസികളോട് നിങ്ങൾ കാണിക്കുന്ന നീതികേടിനെ കൃത്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന് പറയപ്പെടുന്ന ഉത്തരവാദിത്തം ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്കുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ട്. പിണറായി വിജയന്റെ തീട്ടൂരവും വേഷം കെട്ടും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള എല്ലാവിധ തന്റെ ഇടവും ഈ പാർട്ടികൾക്കുണ്ട്. കാരണം ഹിന്ദു സമൂഹത്തിന് നേരെ മാത്രമാണ് ഇവരുടെ ആക്രമണമുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവും ഒന്നാണ്, ക്രൈസ്തവനും ഒന്നാണ്, മുസ്ലിമാനും ഒന്നാണ്. ഈ നാടിനകത്തെ എല്ലാ ജനങ്ങളുടെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു. എല്ലാ ജനങ്ങളുടെയും എല്ലാ തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഈ BJP ബഹുമാനിക്കുന്നു, BJP അംഗീകരിക്കുന്നു. ഒപ്പം തന്നെ വിശ്വാസമില്ലാത്ത ആളുകളെയും BJP അംഗീകരിക്കുന്നു. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ആ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ നാടിനകത്ത് വിശ്വാസികളെ അടിച്ചമർത്തണം അല്ലെങ്കിൽ ഇല്ലാതാക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പിണറായി വിജയന്റെ റാൻമൂളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുക്കള നിരങ്ങികളായിട്ടുള്ള ഇവിടുത്തെ പോലീസ് ഓഫീസർമാർ ഇതുപോലെയുള്ള കള്ളക്കഥയുണ്ടാക്കി കുറ്റപത്രം സമർപ്പിച്ച് പ്രമുഖരെ, അവിടെ ഇല്ലാത്ത ആളുകളെ, ആ സമയത്ത് ആ ഭാഗത്തെ ഇല്ലാത്ത ആളുകളെ, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലിരിക്കുന്ന ആളുകളെ അടക്കം ഇതിനകത്ത് വലിച്ചിട്ടു എന്ന് പറഞ്ഞാൽ അതിൽ ഉദ്ദേശം കൃത്യമാണ്. ഈ സമൂഹത്തിനെതിരാണ് ഞങ്ങളുടെ നയം എന്നുള്ളത് കൃത്യമാണ്. ഈ സമൂഹത്തിനെതിരെ തുടച്ചു നീക്കുന്നതിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഇതെന്നുള്ളത് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് പിണറായി സർക്കാർ കൃത്യമായിട്ട് എന്തായാലും പറയാ തീക്കൊള്ളിക്കൊണ്ടാണ് തല ചൊറിയുന്നത് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ചർച്ചയെ ഞാൻ വിനിയോഗിക്കുകയാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് കാണരുത്. ഈ വിഷയം എന്തുകൊണ്ടാണ് ഇന്നും സർക്കാർ കൊണ്ടു നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികമുണ്ട് ഈ സമൂഹത്തിനോടുള്ള പിണറായി സർക്കാരിൻ്റെ വിരോധം എന്ന് പറയപ്പെടുന്നത്. ഒരു മതത്തിനോട് അല്ലെങ്കിൽ ഒരു ജാതിയോട് അല്ലെങ്കിൽ ഒരു വിശ്വാസങ്ങളോട് ഒരു ആചാരങ്ങളോട് ഒരു സർക്കാരിന് ഇതുപോലെയുള്ള മോശകരമായിട്ടുള്ള പ്രവൃത്തി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, ഇത്ര കാലമായി ആ വൈരാഗ്യം വെച്ചു പുലർത്തണമെന്നുണ്ടെങ്കിൽ ആ സമൂഹത്തെ നശിപ്പിക്കണമെന്നും അടിച്ചേൽപ്പിക്കണമെന്നും തകർക്കണമെന്നും ഈ നാട്ടിൽ നിന്ന് തന്നെ അവരെ മാറ്റണമെന്നും ആ ആചാരങ്ങളോട് കൃത്യമായിട്ടുള്ള വിരോധം കാണിച്ചുകൊണ്ട് തുടച്ചു മാറ്റണമെന്നുള്ള കൃത്യമായ ഗൂഢാലോചന ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ട്. ഇടതുപക്ഷത്തിന്റെ തീരുമാനമാണത്. ആ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കഥയുണ്ടാക്കുന്നു, കള്ളകുറ്റപത്രം ഉണ്ടാക്കുന്നു, ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ തുടച്ചു മാറ്റാൻ ഈ പിണറായി സർക്കാർ തയ്യാറായാൽ, ആ പിണറായി സർക്കാർ നേതൃത്വം കൊടുക്കുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയെ തുടച്ചു മാറ്റാൻ ഇവിടുത്തെ വിശ്വാസികൾ രംഗത്ത് വരും. ഇവിടുത്തെ ആചാരങ്ങളെ ബഹുമാനിക്കുന്ന, അനുഷ്ഠാനങ്ങളെ ബഹുമാനിക്കുന്ന, ദൈവങ്ങളെ ബഹുമാനിക്കുന്ന, വിശ്വാസങ്ങളെ അംഗീകരിക്കുന്ന, ക്ഷേത്രങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ മറന്നുകൊണ്ടൊന്നും ഇവിടെ നടമാടാമെന്നും വിജയിക്കാമെന്നും ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കേണ്ട, പിണറായി വിജയൻ തീരുമാനിക്കേണ്ട, പിണറായി വിജയന്റെ റാൻമൂളികളായ പോലീസും തീരുമാനിക്കേണ്ട. പോലീസ് ഇന്ന് ചെയ്തിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരത്തെ അതേ നാണയത്തിൽ തന്നെ ചോദ്യം ചെയ്ത് ആ ഒപ്പിട്ട ഓഫീസറിന്റെ തോപ്പി തെറിക്കുന്നത് വരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുമായി നമ്മൾ പോകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ കൂടി ഈ ഒരു ചർച്ചയെ ഞാൻ വിനിയോഗിക്കുകയാണ്. 10 പേർ കണ്ടാലറിയുന്നവർ, അതിലൊരാൾ O രാജഗോപാൽ, മറ്റൊരാൾ PS ശ്രീധരൻ പിള്ള.
10 പേരെയാണ് ഉന്നം വെക്കുന്നത്. പക്ഷേ വെല്ലുവിളിക്കുന്നത് ഭക്തരെയാകയുമോ? 10 പേരെയല്ല ഉന്നം വെക്കുന്നത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 10 പേരെ അവർ ഉന്നം വെക്കുന്ന സമയത്ത് ആ 10 പേരിൽ ബഹുമാനനായ ശ്രീ ഒ രാജഗോപാൽജി, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ബഹുമാനായിട്ടുള്ള ശ്രീ PS ശ്രീധരൻപിള്ള സാർ, അദ്ദേഹം ഇന്ന് ഇരിക്കുന്ന അല്ലെങ്കിൽ അലങ്കരിക്കുന്ന പദവി, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അന്ന് അദ്ദേഹം ശ്രീധരൻപിള്ള സാർക്കെതിരെയും ഒ രാജഗോപാൽജിക്കെതിരെയും മറ്റ് 10 നേതാക്കന്മാർക്കെതിരെയും ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്? ആ പത്ര സമർപ്പണത്തിൽ ഞാൻ ആ കുറ്റപത്രം വായിച്ചിട്ടില്ല, പെട്ടെന്ന് അറിഞ്ഞതായതുകൊണ്ട്. അങ്ങനെ കുറ്റപത്രം ആരോപിക്കുന്ന പരമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെഴുതിയ ഓരോ വരികളും, അതിലെഴുതിയ ഓരോ വാക്കുകളും ശുദ്ധമായിട്ടുള്ള നുണയല്ലേ? ഇവർ ഉണ്ടാക്കുന്ന കള്ളക്കഥകൾ പടച്ചുവിടുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവല്ലേ ഇത്? എന്താണ് പിണറായി സർക്കാർ വിചാരിക്കുന്നത്? ഹിന്ദു സമൂഹത്തെ തുടച്ചു മാറ്റാൻ ഇവരുടെ സർക്കാരിന് സാധിക്കുമെന്നാണോ? ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ദൈവങ്ങളെയും അമ്പലങ്ങളെയും ക്ഷേത്ര ശൈലികളെയും പരിപൂർണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവർക്ക് വിരാജിക്കാമെന്നാണോ ഇവിടുത്തെ ഇടതുപക്ഷം കരുതുന്നത്? അങ്ങനെയെങ്കിൽ ഇടതുപക്ഷം ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് തെറ്റിപ്പോയി. അവരെടുത്ത തീരുമാനങ്ങൾ ആ കൈകളെ കൊണ്ട് തന്നെ തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്ന കാലം ദൂരത്തല്ലാതെ വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ജനം പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പൊതുസമൂഹം ഭഗവാനെ വിളിച്ചതിൻ്റെ പേരിൽ, ഭജന ചൊല്ലിയതിൻ്റെ പേരിൽ, പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അവർ അംഗീകരിക്കുന്ന വിശ്വാസങ്ങൾ ഇവർക്ക് അനുസൃതമായി മാറ്റണമെന്നുള്ള ഇവരുടെ തീട്ടൂരം നടക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് നേരെ കുതിര കയറാനും അവരെ ഉപദ്രവിക്കാനും അതിനുവേണ്ടി തെരുവിലിറങ്ങിയ അമ്മമാരിലേക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് ഇവർ പോകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, പേടിപ്പിച്ചുകൊണ്ട് വിശ്വാസങ്ങളിൽ നിന്ന് തിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന വർഗമാണ് ഹിന്ദു വിശ്വാസികളും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇടതുപക്ഷം മനസ്സിലാക്കിക്കൊള്ളട്ടെ. അങ്ങനെയുള്ള ഭയപ്പെടുന്ന, പേടിക്കുന്ന ഒരു വിഭാഗമല്ല ഇത്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഞങ്ങളുടെ വിശ്വാസങ്ങൾക്ക്, ഞങ്ങളുടെ ആചാരങ്ങൾക്ക്, ഞങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്ക്, ഞങ്ങളുടെ ക്ഷേത്ര പ്രക്രിയകൾക്ക് എല്ലാം കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതിനൊന്നും ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒരു കുറ്റപത്രം കൊണ്ട് തടയാനാവുന്നതല്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു കുറ്റപത്രം കൊണ്ട് ഇതൊക്കെ തടയാമെന്ന്? ഒരു കാരണവശാലും പിണറായി വിജയന്റെയും CPM-ന്റെയും ഈ കുതന്ത്രം അംഗീകരിക്കില്ല, അത് വിജയിക്കില്ല. കേരളത്തിൽ അത് വിശ്വാസി സമൂഹം. ഹിന്ദു ഐക്യവേദി നേതാവ് സന്ദീപ് തമ്പാനൂർ പ്രശാന്ത് ശങ്കരമംഗലത്തിനൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ചോദിക്കൂ, പിന്നിൽ എന്താണ്? അതായത് കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് കാലം വരാനിരിക്കുന്നു. രഹസ്യമായല്ലെങ്കിലും ഇത്തരം വിഷയങ്ങൾ വീണ്ടും സജീവതയിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? പിന്നിലെന്ത്? 2018 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാന്നാറിൽ വെച്ചൊരു പോലീസ് സ്റ്റേഷൻ, മാന്നാർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മാന്നാറിലെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ച് ഒരു കാറ് മാരകായുധങ്ങൾ കൊണ്ട് തല്ലി തകർത്തു എന്നതാണ് കേസ്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ ഒ രാജഗോപാൽ മുതിർന്ന BJP നേതാവ് എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്താണ് പ്രതികരിക്കുന്നത്? ഇത് അങ്ങേറ്റം ജനാധിപത്യത്തോടും അല്ലെങ്കിൽ ഭക്തജനങ്ങളോടുള്ള കടുത്ത അവഗണനയാണ് പിണറായി സർക്കാർ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് മാത്രമാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എന്താണോ ഇവിടുത്തെ ഭക്തജന സമൂഹത്തോട് ഈ സർക്കാർ ചെയ്തത്, ആ നയത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. അത് 7 കൊല്ലം കഴിഞ്ഞിട്ട് 2018 നടന്ന സംഭവമാണ്. 7 കൊല്ലം പിന്നിടുമ്പോഴും സർക്കാർ വൈരാഗ്യ ബുദ്ധി തുടർന്നു എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ശക്തമായിട്ട് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ചിട്ടും ഹിന്ദുക്കളോടുള്ള സമീപനം ഇടതുപക്ഷ സർക്കാർ മാറ്റിയിട്ടില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ പ്രതിഫലനം കൂടി ചേർത്ത് ഹൈന്ദവ സമൂഹം സംഘടിതമായി ഇടതുപക്ഷ സർക്കാരിനെതിരെ രോഷാഗ്നി ഉയർത്തും എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി കരുതുന്നത്. പോലീസ് സംരക്ഷണത്തിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നു. ബിന്ദു അമ്മിണിയെയും അതോടൊപ്പം തന്നെ കനകലതയും പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം ആ വേദനയിലാണ് ഭക്തർ പ്രതിഷേധം നടത്തുന്നത്. അതായത് അതും നാമജപ പ്രതിഷേധ ഘോഷയാത്ര എന്നായിരുന്നു അതിൻ്റെ പേര്. നാമജപം നടത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിരുന്നു. അതിൻ്റെ പേരിൽ നിരവധി കേസുകളാണ് എടുത്തിരിക്കുന്നത്. ആ സമാനമായ കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇത്തരം കേസുകളും എടുത്തിരിക്കുന്നത്. അതും ഗോവ ഗവർണർ PS ശ്രീധരൻ
ശ്രീധരൻപിള്ളയ്ക്കെതിരെയും അതോടൊപ്പം മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാലിനെതിരെയുമായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ രണ്ടിൻ്റെയും പ്രായപരിധി നമുക്ക് എടുത്തു പറയേണ്ടത് ഒ രാജഗോപാൽ 96 വയസ്സ് എത്തിയിരിക്കുന്നു ഇപ്പോൾ. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു 90 വയസ്സ് അല്ലെങ്കിൽ 85 വയസ്സിനടുത്ത് ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹമാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാർ തല്ലിപ്പൊളിച്ചു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ PS ശ്രീധരൻപിള്ളയും. തികച്ചും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങളുമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കേസുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. മറിച്ച് മറ്റ് ഇതര മതസമൂഹങ്ങളുടെ കാര്യം വരുമ്പോൾ ഗവൺമെൻറ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കാതെ അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. ഇവിടെ യാതൊരു സന്ധി സംഭാഷണവുമില്ലാതെ ഏകപക്ഷീയമായി ഇത്തരം കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഏറ്റവും മുതിർന്ന നേതാക്കളെപ്പോലും തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇത് മാത്രമല്ല, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന KP ശശികല ടീച്ചർക്കെതിരെ ഏതാണ്ട് 1000-ലധികം കേസുകൾ എടുക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഏകപക്ഷീയവും പൈശാചികവുമായ ഈ സർക്കാരിൻ്റെ ഈ നടപടി ഹിന്ദു സമൂഹത്തോടുള്ള കടുത്ത അവഗണനയാണ്, വെല്ലുവിളിയാണ്. ഇതിനെതിരെ ശക്തമായ ഭക്തജന പ്രതിഷേധം ഉയർന്നു വരും. ഈ പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വ്യാപക അക്രമങ്ങൾ നടന്നിരുന്നു. റോഡുകൾ, അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾ തല്ലിത്തകർക്കുക, വാഹനങ്ങൾ തല്ലിത്തകർക്കുക, അങ്ങനെ വ്യാപക പ്രതിഷേധം നടന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ കേസെല്ലാം എഴുതിത്തള്ളിയിരുന്നു. ആ എഴുതിത്തള്ളിയ സർക്കാരാണ് ഇപ്പോഴും ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രതികാര നടപടി വെച്ചു പുലർത്തുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ഹിന്ദുക്കളോടുള്ള സമീപനമാണിത്. നമുക്കറിയാം, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു, CAA വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ എത്രയോ അധികം ഫോറസ്റ്റ് ഓഫീസുകൾ ഇവിടുത്തെ ഗാർഡിയൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ നിരവധിയായിട്ടുള്ള കേസുകൾ എടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞത്ത് ഇവിടെ അക്രമം നടന്നു. ആ അക്രമം നടന്നതിന് ആ കേസുകൾ പോലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ആ കേസുകളൊക്കെ പിൻവലിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ് എപ്പോഴും ആരാണോ പ്രതിഭാഗം നിൽക്കുന്നത് അതിൻ്റെ മതം നോക്കിയിട്ടാണ് പലപ്പോഴും ഇത്തരം കേസുകൾ വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹൈന്ദവ സമൂഹം ഇവിടുത്തെ രണ്ടാം തരം പൗരന്മാരായി മാറുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണുവാൻ സാധിക്കും. എന്താണ് തുടർന്ന് ശശികല ടീച്ചർ ഒപ്പം ചേരുന്നുണ്ട്. ശശികല ടീച്ചർ ഓട്ടോ തകർത്തു, രാജഗോപാൽ വടിവാളെടുത്തു, PS ശ്രീധരൻപിള്ള ആക്രമണം നടത്തി എന്നൊക്കെ വിവിധ കേസുകൾ പലയിടങ്ങളിൽ കുത്തിപ്പൊക്കി വരികയാണല്ലോ. ഈ പോലീസ് സ്വയം അപഹാസ്യരാകുന്നു. ഭരണകൂടത്തിന്റെ കയ്യിൽ, അതായത് വെറുതെ ആടിക്കളിക്കടാന്ന് പറഞ്ഞ ചാടിക്കളിപ്പിക്കുന്ന ഒരു പാവ മാത്രമായിട്ട് ഇവിടുത്തെ പോലീസ് മാറി എന്നുള്ളതാണ്. ഒരു ഭരണകൂടത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് നിയമവ്യവസ്ഥ സംരക്ഷിക്കുക എന്നുള്ളത്. അത് സംരക്ഷിക്കേണ്ടത് ഇത്തരം പോലീസ് സംവിധാനത്തിലൂടെയൊക്കെയാണ്. ആ പോലീസ് സംവിധാനത്തെ വെറും ഒരു പാർട്ടിയുടെ പിണിയാളുകളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും എവിടെയാ സുരക്ഷയുണ്ടാകും? തങ്ങളുടെ രാഷ്ട്രീയമായ അജണ്ട നടപ്പാക്കാനുള്ള വെറും ഒരു ആയുധമായി, വെറും ഒരു ടൂളായി പോലീസിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. ശബരിമല ആചാര സംരക്ഷണ സമയത്ത് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ തോതിൽ അമർഷം ഉണ്ടായിരുന്നതിന്, അവരെ ഇത്തരത്തിൽ വേഷം കെട്ടിക്കുന്നതിന്, അവരെ കൊണ്ട് ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള അമർഷം ഉണ്ടായിരുന്നു. അതിനൊക്കെ പോരാടിയാണ്. അതിന്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്താന്ന് വെച്ചാൽ, കാരണം ഒരു ഭരണകൂടം എത്ര താഴാമോ അതിന്റെ പരമാവധി താണതാണ്. അന്ന് ആ സമയത്ത് എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് ക്യാഷ് പ്രൈസും ഗുഡ് സർവീസ് സെന്ററിയും കൊടുത്തു. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഞാനെന്താ പിടികിട്ടാ പുള്ളിയായിരുന്നു? എന്നെ ഓടിച്ചിട്ടാണോ പിടിച്ചത്? അല്ലല്ലോ. ശബരിമലയിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യത്തിന് 10 പേർക്ക് അതില് ഒരാൾക്ക് 1000, ബാക്കിയുള്ളവർക്ക് 500 നാമമാത്രമാണ്. ആ പോലീസുകാരെ അപമാനിക്കുകയാണ് ചെയ്തത്. അവർക്ക് ക്യാഷ് പ്രൈസും ഗുഡ് സർവീസ് സെന്ററിയും കൊടുത്തു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഒരു ഭരണകൂടം നിൽക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. O രാജേട്ടനെ പോലുള്ളവര്, അല്ലെങ്കിൽ ശ്രീധരൻപിള്ള സാറിനെ പോലുള്ളവര് ഒക്കെ ഈ കേസുകളിൽ പ്രതിയാക്കി എന്ന് പറയുമ്പോൾ എന്തും ചെയ്യും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിയമ പ്രശ്നമല്ല, ഞങ്ങൾക്ക് നീതി പ്രശ്നമല്ല, ഞങ്ങൾക്ക് ജനാധിപത്യ പ്രശ്നമല്ല, ഇതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾക്ക് തോന്നിയത് എന്തും ചെയ്യും എന്നുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇവിടെ ഭരണമുണ്ടോ അതോ പാർട്ടിയുടെ അടിമത്തമാണോ നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ സ്വയം ചോദിക്കുന്ന ഒരവസ്ഥ വന്നു. ശശികല ടീച്ചറെ, ഇപ്പോൾ എന്തിന് ഇങ്ങനെ ഒരു അജണ്ട? എനിക്ക് തോന്നുന്നത് അത് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പായിരിക്കുമോ കാരണം എന്നുള്ളത്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരത്തെ ഒരു ഡെമോക്രസി നോക്കുന്ന സമയത്ത് അവിടെ ചില വോട്ടുകൾ നിർണായകമാണ്.
അപ്പൊ ആ വോട്ടുകൾ പിടിച്ചെടുക്കാൻ ഇപ്പൊ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ്. അത് നിർത്തിയ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയ്യപ്പന്റെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത മഹാനാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ തെരഞ്ഞെടുത്ത് നിർത്തിയതിൽ തന്നെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കണം. അതിന്റെ പുറത്ത് ഇപ്പൊ ഈ ഇങ്ങനെ ഒരു കേസ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഞങ്ങൾ ഇപ്പോഴും ഇതിന്റെയൊക്കെ പുറകെ തന്നെയാണ്. ഞങ്ങൾ ഇപ്പോഴും സനാതന ധർമ്മത്തെ ഞങ്ങൾ ഇപ്പോഴും ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ ഞങ്ങളാണ് അതിന്റെ ചാമ്പ്യന്മാര്. അതിന്റെ ആ സംരക്ഷകർക്കൊക്കെ എതിരെ ഞങ്ങൾ ഏത് തരത്തിലുള്ള കേസ് കൊടുക്കുക, അത് വന്ധ്യ വയോധികരായിക്കൊള്ളട്ടെ, അതിനിപ്പോ ഒരു പക്ഷെ ജനിക്കാത്ത കുട്ടിയായിക്കൊള്ളട്ടെ, സനാതന ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന എല്ലാവരെയും ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാമോ അതിന്റെ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഒരു സൂചനയാണ് ഈ കേസിലൂടെ നൽകുന്നത്. ഇതിങ്ങനെ നൂറുകണക്കിന് കേസാണ്, ഇതൊന്നല്ല. നേരത്തെ പറഞ്ഞില്ലേ, വളരെ മോശമായ സാഹചര്യം. ഏതൊക്കെ നമുക്ക് ഒരു കേസ് എടുക്കണതിന് ഒരു മിനിമം ഒരു യുക്തിയെങ്കിലും ഉണ്ട്. എന്തിന്റെ പേരിലാണ് ആ കേസ് എടുക്കുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, 14 ജില്ലയിലും എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അറ്റ് എ ടൈമാണ് ഞങ്ങളൊക്കെ പ്രതികളാവുന്നത്. അത് ഞാൻ നേരത്തെ തെളിയിൽ പറഞ്ഞു, തൊടുപുഴ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടിച്ച കേസിലെ പ്രതിയാണ് ഞാൻ. എനിക്കതിൽ ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരു കേസിലെ പ്രതിയാണ്. പക്ഷെ ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ നിന്ന് തല്ലി വാങ്ങി എന്നുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തുമാത്രം മാനക്കേടുണ്ട് അതിൽ ആ കാര്യത്തിൽ. മിനിമം അതെങ്കിലും ഓർത്തൂടെ. സ്വന്തം പാർട്ടി സഖാവാണ്. ആ പാർട്ടി സഖാവിനെ ഞാൻ അടിച്ചു വീട്ടില് എന്നെ കേസിൽ പ്രതിയാക്കുമ്പോൾ നാറുന്നത് ഞാനാണോ അദ്ദേഹമാണോ? അപ്പൊ ഇതുപോലുള്ള നെറികെട്ട കേസുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഈ ഇത്തരത്തിൽ ചാർജ് ചെയ്ത ആളുകളെയൊക്കെ നോക്കൂ. ഇവരിതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികളാകുന്നവരോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് കൂടി പോയവർ പോലുമല്ല. എടുത്ത കേസുകളെല്ലാം കള്ളക്കേസുകളാണ്. നാമം ജപിച്ചതിന്റെ പേരിലും അല്ലെങ്കിൽ മറ്റുള്ളതിന്റെ പേരിലും ഒക്കെ എടുത്ത കേസുകളെല്ലാം കള്ളക്കേസുകളാണ്. അതിന്റെ ഏറ്റവും ഇതാണ് ഈ പറഞ്ഞ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു 10-12 പേർക്കെതിരെ എല്ലാ കേസിലും പ്രതിയാക്കുക എന്നുള്ളത്. അത് ടീച്ചർ, ഈ കേൾക്കുമ്പോൾ തന്നെ തമാശ എന്ന് തോന്നിപ്പിക്കുന്ന കേസുകളാണ് പലതും. അതൊക്കെ എന്തിനാണ് നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാനോ? ഞാൻ ഇതേ പറഞ്ഞ കണ്ണൂര് ലോറി ഡ്രൈവറുടെ മൊബൈൽ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഞാൻ എന്ന് പറഞ്ഞാല് ഈ സമയത്ത് തന്നെ ഇവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടിച്ച അതേ സമയത്ത് തന്നെ കണ്ണൂര് ലോറി ഡ്രൈവറുടെ മൊബൈൽ മോഷ്ടിച്ച കേസിൽ ഞാൻ പ്രതിയാണ്. ഇതൊക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത് പറയായിരുന്നു, ട്രോൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു പറയാമായിരുന്നു. അല്ലല്ലോ, ഇതൊക്കെ ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതല്ലേ. ഇതൊക്കെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഈ തരത്തില്? ഇതാണോ രാഷ്ട്രീയം? രാഷ്ട്രീയ ആദർശം കൊണ്ട് ഏറ്റുമുട്ടണം, അതല്ലേ അതിന്റെ ശരി. ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയം ഉണ്ടാകും, സർക്കാരുടെ രാഷ്ട്രീയം, അതിന് രാഷ്ട്രീയം കൊണ്ട് ഇപ്പോൾ ശ്രീ കുമ്മനം രാജശേഖരൻ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ കുമ്മനം രാജശേഖരൻ, സംഭവം അറിഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഹൈന്ദവ നേതാക്കളെ ഉന്നം വയ്ക്കുന്നോ വീണ്ടും? പല കേസുകളിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാം കുടുക്കിയിട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാവി നശിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല, അവർ പിന്നെ പൊതുപ്രവർത്തനത്തിൽ ഒരിക്കലും ഒന്നും ചെയ്യാനാവാതെ വളരെ നിസ്സഹായരായി നിഷ്ക്രിയരായി അവരുടെ പ്രസ്ഥാനം തന്നെ തകർന്നു പോകും എന്നുള്ള കണക്കുകൂട്ടലിലാണ് സർക്കാർ പലപ്പോഴും കേസെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എനിക്കെതിരെ തന്നെ എത്രയോ കേസുകളാണ്. യാതൊരു ആവശ്യമില്ല, സെക്രട്ടേറിയറ്റ് പഠിക്കലൊന്ന് പ്രസംഗിച്ചാൽ കേസ് 3 എണ്ണം ഉണ്ടാവും. ഒന്ന് മാർഗതടസ്സം ഉണ്ടാക്കി, മറ്റൊന്ന് അവിടെ സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ ഹാനികരമായി ബാധിച്ചു. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ കേസാണ്. അപ്പോൾ ഒന്നും പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ വയ്യാത്ത വിധത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ സഞ്ചാര സ്വാതന്ത്ര്യമോ ഒന്നും ഈ ഹൈന്ദവ സംഘടനകളുടെയോ അല്ലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുടെയോ നേതാക്കന്മാർക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇത് വാസ്തവത്തിൽ ഒരു സ്വേച്ഛാധിപത്യത്തിന്റെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ പ്രത്യേകത തന്നെയാണ്. പ്രതിയോഗികളെ അടിച്ചമർത്തിക്കൊണ്ട് അവരെ ആശയപരമായി നേരിടാൻ വയ്യാതെ വരുന്ന സന്ദർഭത്തിൽ നിയമം ഉപയോഗിച്ച് അല്ലെങ്കിൽ പോലീസ് മെഷീനറി ഉപയോഗിച്ച് കള്ളക്കേസുകളിലൊക്കെ കുടുക്കി നിശബ്ദരാക്കുക, നിഷ്ക്രിയമാക്കുക എന്നുള്ള ഒരു തന്ത്രം വാസ്തവത്തിൽ അത് അപരിഷ്കൃതമാണ്, നമ്മുടെ ഒരു ജനാധിപത്യത്തിന് ചേരുന്നതല്ല. ശബരിമല കേസിലായിരുന്നാലും മാറാട് കേസിലായിരുന്നാലും ഏതെല്ലാം സംഭവവികാസങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഈ ഗവൺമെന്റിനെതിരായി എവിടെയൊക്കെ എപ്പോഴൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ പ്രക്ഷോഭത്തെയൊക്കെ അടിച്ചമർത്താൻ ഉപയോഗിച്ച ടൂൾ എന്ന് പറയുന്നത് കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ നിരായുധരാക്കുക, നിഷ്ക്രിയരാക്കുക, നിശബ്ദരാക്കുക എന്ന തന്ത്രമാണ് കേരള സർക്കാർ ആവിഷ്കരിച്ചു വരുന്നത്. ഇത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ആശയത്തെ ആശയം കൊണ്ട് നേരിടണം. പ്രക്ഷോഭകാരികളോട് നേരിടേണ്ടത് പ്രക്ഷോഭത്തിന് ഇറങ്ങിത്തിരിക്കുന്ന വിഷയത്തെ യുക്തിഭദ്രമായിട്ട് സംസാരിച്ച് ആശയപരമായി നേരിടാനാണ് സർക്കാർ തയ്യാറാകുന്നത്. CPM ഇത്തരത്തിൽ ഇറങ്ങുന്നത്
അവരുടെ ആശയപരമായ ദാരിദ്ര്യം കൊണ്ടാണ്. അവർക്ക് ആശയവുമില്ല, ആദർശവുമില്ല. ഭരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്രീ കുമ്മനം രാജശേഖരൻ, എന്തുകൊണ്ടാവും ഇപ്പോൾ ഈ വിഷയം വീണ്ടും സജീവമാക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത്? എന്തിന് കുത്തിപ്പൊക്കുന്നു? ഇപ്പൊ പഴയ കേസുകൾ പലതും കുത്തിപ്പൊക്കി എടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുക്കാറായി. ഈ അധികം നാളുകളൊന്നും ഇല്ലല്ലോ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ ആണെങ്കിൽ 5 മാസം, അത് കഴിഞ്ഞാൽ 5 മാസം കൂടെ കഴിഞ്ഞാൽ ഇവിടെ അസംബ്ലി ഇലക്ഷനായി. അപ്പോൾ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് വോട്ട് ചോദിക്കാൻ ഏതായിരുന്നാലും സാധ്യമല്ല. അപ്പോൾ പ്രവർത്തകരെ നിശബ്ദരാക്കി അവരെ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു പാസ്പോർട്ട് എടുത്ത് പോകാൻ നിവൃത്തിയില്ല, കാരണം കേസുകളാണ്. വേറെ സ്ഥലത്തേക്ക് എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി സർക്കാരിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ നിവൃത്തിയില്ല, കാരണം കേസുകളാണ്. അപ്പോൾ അങ്ങനെ പല വിധത്തിലും ഇട്ട് കുരുക്കി അവരെ ഒരു പാഠം പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും സ്വന്തം വരുതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ കഴിയുന്ന പ്രവർത്തകർ, അനുഭാവികൾ, അവരെല്ലാവരും ഇത്തരത്തിലൊരു ദുർഘട പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പാർട്ടിയെ സമീപിക്കുമെന്നാണ് വിചാരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത്തരം ആൾക്കാർ ഇനി മേലിൽ പ്രവർത്തനവുമായിട്ട് രംഗത്ത് വരില്ല എന്നുള്ള വിചാരമായിരിക്കാം ഒരുപക്ഷെ CPM-ന് ഇത്തരത്തിലൊരു നീക്കത്തിന്റെ പിന്നിലുള്ളത്. തീർച്ചയായിട്ടും ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ്, നേട്ടങ്ങൾ പറഞ്ഞ് നല്ലൊരു ഭരണം നടത്തി എന്നുള്ള അവകാശം മുന്നോട്ടേക്ക് വെച്ച് യുക്തിഭദ്രമായി നേരിടാൻ ആശയപരമായി സാധ്യമല്ല എന്ന് CPM-ന് വളരെ നന്നായിട്ടറിയാം. നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഈ ശബരിമല വിഷയത്തിലൂടെ സാമൂഹിക ഉപരിതലത്തിൽ നിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ ഇല്ലാതാക്കാമെന്ന വിശ്വാസമോ ഇപ്പോൾ സർക്കാരിനും CPM നയിക്കുന്ന മുന്നണിക്കുമൊക്കെ ഉള്ളത്? നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ്റെ സർക്കാർ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് പിണറായി വിജയനാണല്ലോ. ആ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു സർക്കാർ കൃത്യമായിട്ട് നിലപാടുകൾ അറിയിക്കാതെ ഇതേപോലെയുള്ള ഒരു വിഡ്ഢിത്തരം ആ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകണം? ആഭ്യന്തര വകുപ്പിൻ്റെ അത് കൈയാളുന്ന വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം പോലീസിനെ ഉപയോഗിച്ച് നടപ്പിലാക്കുന്നു എന്ന ബോധ്യം നമുക്കിവിടെ ഉണ്ടാകുന്നത്. അവിടെ പോലീസ് എടുക്കുന്ന തീരുമാനം എന്താണ്? അവിടെ പോലീസ് ഉണ്ടാക്കുന്നൊരു തീരുമാനം വടിവാളും കടാരയും കത്തിയുമായി അവിടെ ബഹുമാനനായിട്ടുള്ള ഗോവ ഗവർണറുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ശ്രീ രാജഗോപാൽജിയെ പോലെയുള്ള വളരെ സീനിയറായിട്ടുള്ള, പ്രത്യേകിച്ച് 95 വയസ്സ് പിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും കലാപങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്താണ്? അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം വിശ്വാസവും ഭക്തിയുമായി ഇനി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ ഭക്തരെ നിങ്ങൾക്ക് ഞങ്ങൾ പണി തരും എന്നുള്ളൊരു സന്ദേശമാണ് പിണറായി വിജയൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് അയാളുടെ ആഗ്രഹം മാത്രമാണ്, അത് നമുക്ക് നോക്കാം. പക്ഷേ അതിൻ്റെ പുറകിൽ ഇയാൾക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ഉദ്ദേശം എന്താണ്? ഞങ്ങളൊരു സമൂഹത്തെ അനാവശ്യമായി ആ സമൂഹത്തെ ഉയരാൻ ശ്രമിക്കുന്നില്ല, അനാവശ്യമായി ഞങ്ങൾ അവരെ പീഡിപ്പിക്കും. അത് എത്ര അറ്റം പോയാലും ഞങ്ങൾ അവരെ ഭയപ്പെടുത്തും, അവരെ പീഡിപ്പിക്കും, അവരുടെ നിയമത്തിൻ്റെ മുമ്പിൽ കള്ളക്കഥകളുണ്ടാക്കും, കള്ളക്കേസുകളുണ്ടാക്കും. സ്വാഭാവികമായിട്ട് അതിന് ഗുണമെന്താ അവർക്ക് വേണ്ടത്? അതിനെ വിരോധമായി കാണുന്ന, അതിനെ അംഗീകരിക്കാത്ത വലിയ ഒരു സമൂഹം ഉണ്ടാക്കി തീർക്കലും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയപ്പെടുന്ന പോലെ ഈ നാടിനകത്ത് 2ആയും 4ആയും തിരിച്ചുകൊണ്ട് വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ആ ഭിന്നിപ്പിലൂടെ കിട്ടുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ വീണ്ടും അധികാരത്തിലെത്താൻ ശ്രമിക്കാനുള്ള ഒരു ടൂളായി, ഒരു ഏണിപ്പടിയായി, ഒരു ഉപകരണമായി ഹിന്ദു വിശ്വാസത്തെയും ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ആ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ഭക്തരുടെയും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ടത്. പോലീസ് ഈ കുറ്റപത്രം എഴുതുന്ന സമയത്ത് പോലീസിനറിയായിരുന്നില്ലേ ഇപ്പം എന്തെല്ലാം സാങ്കേതിക വിദ്യകളുണ്ട്? അവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ, അവരുടെ ടവറുമായി ബന്ധപ്പെടുത്തുന്നത്, അവരാരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായി പരിശോധിക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് സാധിച്ചില്ല? എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന് സാധിച്ചില്ല? CAA സമരവുമായി ബന്ധപ്പെട്ട് ഇവർ അങ്ങോട്ട് പോയി കയ്യും കാലും പിടിച്ച് എല്ലാ കേസുകളും
പ്രതിഫലിപ്പിച്ച് തന്നോളാം, വോട്ട് ചെയ്താൽ മതി എന്ന് പറയപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലായിരുന്നു? അതൊരു പ്രീണന നയത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമൂഹത്തിനോട് മാത്രം നമ്മൾ ഹിന്ദു വർഗീയവാദികളാണ് എന്ന് ഒരു കാരണവശാലും ഇവർക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ വർഗീയവാദമോ കാര്യങ്ങളോ അല്ല നിങ്ങൾ നോക്കേണ്ടത്. ഞങ്ങൾക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുപോലെ തന്നെയാണ് BJP എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക്. പക്ഷേ ഈ 3 പേർക്കും തുല്യതയുണ്ടാകണമെന്നുള്ള കാര്യത്തിലും ഞങ്ങളൊരു തീരുമാനമുള്ള ആളുകളാണ്. അവിടെ ഒരു വിഭാഗം ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെ വേട്ടയാടാമെന്നും അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള പിണറായി വിജയൻ്റെ ഉദ്ദേശം, അത് പിണറായി വിജയൻ കയ്യിൽ വെച്ചാൽ മതി. ആഭ്യന്തര വകുപ്പിലിരുന്ന് ഈ വക തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും കള്ളകുറ്റപത്രങ്ങളും സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ BJP സംബന്ധിച്ചിടത്തോളം ശക്തമായി അപലപിക്കുന്നു. മറ്റുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ഇമ്മീഡിയറ്റ് അറിഞ്ഞതുകൊണ്ടാണ് പാർട്ടി തീരുമാനങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുണ്ടാകും. രണ്ടാമത്, ഇതിനെങ്ങനെയാണ് കുറ്റപത്രം എന്ന് പറയാൻ പറ്റുക? നിങ്ങൾക്കിതിനെ അംഗീകരിക്കാൻ സാധിക്കുമോ? നിങ്ങൾ ഒരുപാട് സീനിയർ മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ആളല്ലേ, നിങ്ങൾ ഒരുപാട് ചർച്ചകൾ ആങ്കർ ചെയ്തിട്ടുള്ള ആളല്ലേ, അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുറ്റപത്രം എന്ന് പറയപ്പെടുമ്പോൾ എന്താണ്? ഇവർ ഒരു വിഷയമുണ്ടാകുന്നു, ആ വിഷയത്തിൽ ഇവർ അന്വേഷിക്കുന്നതിൻ്റെ പുറകിൽ ഒരു വിഷയത്തിന് തുടക്കം കുറിച്ച വ്യക്തികളെന്ന് പറയപ്പെടുന്ന ആളുകളെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്ത ആളുകളെ കണ്ടെത്തുന്നു, അവരെ പ്രതികളാക്കുന്നു. സ്വാഭാവികമായിട്ട് പോലീസ് അതിനകത്ത് അന്വേഷിക്കുന്നു, അതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത പ്രവർത്തികൾ ഒന്നൊന്നായി എഴുതിക്കൊണ്ട് ഇവരുടെ പോലീസ് എന്ത് ചെയ്യുന്നു? അത് സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു കുറ്റപത്രമാണോ അതോ ഇതൊരു നുണപത്രമാണോ എന്നുള്ളതാണ് നമ്മൾ ഭാവിയിൽ ചർച്ച ചെയ്യേണ്ടത്. കുറ്റപത്രമോ നുണപത്രമോ എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവർ എന്തിനാണ് ശ്രീധരൻപിള്ള സാറെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇവരെന്തിനാണ് O രാജഗോപാൽജിയെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇവരെന്താണ് 10 പേർ, കണ്ടാലറിയുന്ന 10 പേർ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നത്? അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഈ ഹിന്ദു സംരക്ഷണത്തിൻ്റെ ഭാഗമായി, ആചാരാനുഷ്ഠാനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി രാമജപവുമായി തെരുവിൽ വന്ന അമ്മമാരടക്കമുള്ള ആളുകളോട് ഇവർ പിണറായി സർക്കാർ ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഈ ആളുകൾ നിങ്ങളെ സംരക്ഷിക്കാനുണ്ടാകുമെന്നുള്ള ധാരണ വേണ്ട. ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയും ഞങ്ങളത് അംഗീകരിക്കില്ല. ഞങ്ങൾ നിങ്ങളെ വേട്ടയാടും, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കും, ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിപൂർണമായി ഇല്ലാതാക്കും. അത് ഞങ്ങളുടെ അജണ്ടയാണ്. അതിൻ്റെ ഞങ്ങൾക്ക് ഗുണമെന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ലാഭമെന്ന് പറയപ്പെടുന്നത് ഭാവിയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മറ്റ് ഇതിനെതിർക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ വിഭാഗങ്ങളുടെ വോട്ടാണ് എന്നുള്ള ഒരു സന്ദേശം കൃത്യമായി കൊടുക്കുകയല്ലേ. പക്ഷേ അതുകൊണ്ടൊന്നും ഭയപ്പെട്ടു പോകുന്നവരല്ല നാമജപത്തിന് തെരുവിലിറങ്ങിയ അമ്മമാർ എന്നുള്ള യാഥാർത്ഥ്യം കൂടി സർക്കാരും ആഭ്യന്തര വകുപ്പും ഈ കള്ളക്കഥ, ഈ നുണക്കഥ, ഈ നുണപത്രം, ഈ കള്ളപത്രം എഴുതി ഉണ്ടാക്കിയിട്ടുള്ള പോലീസ് ഓഫീസറും ചെയ്തോട്ടെ. ഇതിൽ ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകൾ എടുത്ത പോലീസ് ഓഫീസർക്ക് നേരെ കൃത്യമായിട്ട് നടപടി ഉണ്ടാകണം. പിണറായി വിജയൻ ഇതിൽ കൃത്യമായിട്ട് അറിയാതെയാണ്, ആഭ്യന്തര വകുപ്പ് അറിയാതെയാണ് ഈ പ്രവർത്തി ചെയ്തതെങ്കിൽ ഇതേപോലെയുള്ള ഒരു കുറ്റപത്രം ഉണ്ടാക്കിയ ഓഫീസറെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സർക്കാർ തയ്യാറാകണ്ടേ? ഇങ്ങനെ സമൂഹത്തിനകത്ത് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച്, അറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് അനാവശ്യപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢലക്ഷ്യം ഉപയോഗിച്ചുകൊണ്ട് തീർക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഉപദ്രവിക്കുന്ന ഒരു നിലപാടിലേക്ക് പോലീസ് പോയാൽ ഇവിടെ പോലീസ് രാജാണോ നടക്കുന്നത്? ഇവിടെ പ്രതിഷേധങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനാണോ പിണറായി വിജയൻ തീരുമാനിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഈ നിലപാടെടുക്കുന്നത്? ഇവിടെ പ്രതിഷേധങ്ങളുണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തീരുമാനങ്ങൾ സർക്കാരിൻ്റെയോ മറ്റ് സംവിധാനങ്ങളുടെയോ ഭാഗത്തുനിന്ന് വരുമ്പോൾ എതിർക്കേണ്ടവർ തെരുവിൽ വരും, അവർ പ്രസംഗിക്കും, അവർ തെരുവിൽ സമരം ചെയ്യും. ഇവിടെ സമരം ചെയ്തില്ലല്ലോ, ഇവിടെ നാമജപ ഘോഷയാത്രകളല്ലേ നടന്നത്. പിന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന അവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് നേരെ കാർക്കിച്ചു തുപ്പിയാൽ അതിനെ ശക്തമായി പ്രതികരിക്കാനുള്ള മനസ്സവനുണ്ടെന്നേ, അവൻ വിശ്വസിക്കുന്ന സമൂഹത്തിനുണ്ടെന്നേ, അവൻ്റെ ആചാരങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവനില്ലേ? അവനതിനുള്ള അവകാശമില്ലേ? അത് ചോദ്യം ചെയ്യാൻ ഇവരാരാണ്? അപ്പം ഇവരുടെ നിലപാട് എന്താണ്? ഇവർ അവിടെ നടത്തിയിട്ടുള്ള കാപഢ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ പുറത്തു വന്ന് ഇവർ തോറ്റു തുന്നം പാടിയിട്ട് അവസരിട്ട് ഓടിയ പിണറായി വിജയന് വൈരാഗ്യം തീരുന്നില്ല, വെറുപ്പ് തീരുന്നില്ല, ഓൻ്റെ അരിശം തീരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ അരിശം തീർന്നില്ലെങ്കിൽ 2 ചാക്കും മണലും വെച്ച് വീട്ടിലിരുന്ന് പിരിച്ചു കൂട്ടി
കൂട്ടിക്കോട്ടെ. അല്ലാണ്ട് ഈ സമൂഹത്തിന് നേരെ വീണ്ടും വീണ്ടും കൊഞ്ഞനം കുത്താൻ വന്നാൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, ഇതിനു മുൻപ് 2018 മുതൽ ഓരോ ദിവസവും ഈ പ്രശ്നങ്ങളുണ്ടായ ഓരോ സമയവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഈ തെരുവിൽ നിന്ന് ഭക്തജനങ്ങളെ തിരിച്ച് വീടുകളിലേക്ക് കയറ്റി ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഓരോ വീടാന്തരം കയറി ഇറങ്ങിയ കൊടിയേരിയുടെ നേതൃത്വത്തിലുള്ള CPM നേതാക്കന്മാർ ഇന്നും അത് ഓർമ്മയുണ്ടാകും. അവരുടെ കാല് പിടിച്ചത്, അവരുടെ കൈയും കാലും പിടിച്ച് അബദ്ധം പറ്റിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. എന്നിട്ടും ഇത് വീണ്ടും കുത്തിപ്പൊക്കി ചൊറിഞ്ഞുകൊണ്ടുവന്ന് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും ഞങ്ങൾ ഇനിയും എതിർക്കുമെന്നും ഇനിയും വേട്ടയാടുമെന്നും ഇവർ പറഞ്ഞാൽ, ഈ നുണപത്രവുമായിട്ട് ഇണ്ടാസും കൊണ്ടുവന്നാൽ അതിൽ ഭയപ്പെടില്ല ഭക്തജന സമൂഹം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ടാവും. രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു വിഭാഗത്തിനോടും പിണറായി വിജയൻ ഈ നിലപാടെടുക്കുന്നത് ശരിയല്ല. അത് മുസ്ലിം ആചാരങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യൻ ആചാരങ്ങളായിക്കോട്ടെ, ഹിന്ദു മത ആചാരങ്ങളായിക്കോട്ടെ, ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ഓരോരുത്തരും ഇഷ്ടാനുസരണം നടക്കുന്ന കാര്യങ്ങളാണ്. അതവിടെ നടന്നോട്ടെ. ഇയാൾക്ക് എന്തിൻ്റെ കേടാണെന്നേ, ഇയാൾക്ക് അത് വിശ്വാസം അല്ലെങ്കിൽ ഇയാൾ നടപടി എടുക്കുക, ഇയാൾ വിശ്വസിക്കേണ്ട. ഇദ്ദേഹത്തിന് അതിനോട് താല്പര്യമില്ലെങ്കിൽ അതിൽ താല്പര്യം പ്രകടിപ്പിക്കേണ്ട. പക്ഷേ അതിന് താല്പര്യമുള്ളത് അംഗീകരിക്കുന്ന, അത് വിശ്വാസത്തെ ജീവിതത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ചോദ്യം ചെയ്യാനൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുത്തരും ടീച്ചർ, ഇന്ന് ജനം ഡിബേറ്റ് ചർച്ച ചെയ്യാനിരുന്നത് പുതിയ ഭാരതത്തിന്റെ പുതിയ ഭാവത്തെക്കുറിച്ചായിരുന്നു. സുസ്ഥിരമായ ഭരണ സംവിധാനമൊരുക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ച വിജയിച്ച ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചായിരുന്നു, നമ്മുടെ ഭാരതത്തെക്കുറിച്ചായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്നാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. നോക്കൂ, എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ രാഷ്ട്രീയമായി ഉണ്ടായ മാറ്റം എന്നെല്ലാവർക്കും ബോധ്യമാണ്. ഒരു ശബരിമല സമരവും അതിനെ അടിച്ചമർത്താനുള്ള നീക്കവുമൊക്കെ എവിടെയാണ് എത്തിച്ചത് എന്നെല്ലാവർക്കും അറിയാം. എന്നിട്ടും കള്ളക്കേസുകളിലൂടെ, ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് അടിച്ചേൽപ്പിക്കുന്ന കേസുകളിലൂടെ എന്താണ് ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്? അതായത് തൊട്ടാൽ പൊള്ളുന്ന കാര്യങ്ങളെന്ന് തിരിച്ചറിവില്ലാതെയോ സർക്കാരിന്റെ മുന്നോട്ട് പോക്ക്? ശബരിമല ആചാര സംരക്ഷണ വിഷയം അത് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് എന്ന് ഇവിടുത്തെ ഗവൺമെന്റിന് അന്നേ അറിയാമായിരുന്നില്ലേ? അന്ന് അതിൽ തൊട്ടത് തന്നെ മറ്റെന്തോ ദുരുദ്ദേശം വെച്ചുകൊണ്ടാണ്. കാരണം ഒരു കോടതി വിധിയുടെ മറയും പറ്റിക്കൊണ്ട് ഇവിടെ ഒരു അയ്യപ്പ ഭക്തർക്കും ആവശ്യമില്ലാത്തൊരു സംഗതി കോടതി വിധി പെട്ടെന്ന് നടപ്പിലാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടിയ കോലാഹലവും ആക്ടിവിസ്റ്റുകളെ വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടുപോയി മുഴുവൻ അയ്യപ്പ ഭക്തരുടെയും കണ്ണീര് സൂചിച്ചതൊക്കെ ഒന്നും നമ്മൾ മറന്നിട്ടില്ല. നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരേടാണ് അതെന്ന് നമുക്കറിയാം. അപ്പോൾ അത് അന്ന് തീർന്നില്ല. ആക്ടിവിസ്റ്റുകളെ വേഷം കെട്ടിച്ച് കൊണ്ടുപോയി 10,000-കണക്കിന് ആളുകളെ കേസിൽപ്പെടുത്തി ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ പല കേസുകളിലായി പിഴയായി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് നാമഞ്ചേരിയതിന്റെ ആണെങ്കിൽ മറ്റു എല്ലാം നമ്മൾ കേസ് തീർക്കുന്നത് അതാത് സ്ഥലങ്ങളിൽ പിഴ കൊടുത്തുകൊണ്ടാണ്. കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രം പിഴ കൊടുത്ത് തീർക്കുന്നത്. ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോടുള്ള വൈരാഗ്യത്തിന്റെയും വെറുപ്പിന്റെയും ബാക്കിയാണ്. അത് രാഷ്ട്രീയമല്ല. ഒരു സമൂഹത്തോടുള്ള വൈരാഗ്യവും വെറുപ്പുമാണ് കാണിക്കുന്നത്. ഈ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം അല്ലെങ്കിൽ പിഴയായി കെട്ടിച്ചു. ഈ അനന്തമായ നിയമ നടപടികളിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതൊന്നും പോരാതെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ വീണ്ടും കേസുകൾ ചാർജ് ചെയ്തും അതിലേക്ക് കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോ ഒന്നും മറക്കുകയല്ല, ഒന്നും ഒഴിവാക്കുകയുമല്ല, മറിച്ച് അന്ന് കൈപൊള്ളി എന്നുള്ള വ്യക്തമായ ബോധ്യം അവർക്കുണ്ട്. ഇപ്പൊ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ഭരണകൂടത്തിന്റെ എല്ലാ മർദ്ദന ഉപാധികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടും ഇവിടുത്തെ സാധാരണക്കാരായ ഹൈന്ദവ ഭക്തർക്ക് മുന്നിൽ അവർക്ക് പൊള്ളി എന്നത് സത്യമാണ്. അപ്പോൾ അന്നത്തെ കേട് തീർക്കാൻ ഇപ്പൊ കാലം മുന്നോട്ട് പോയപ്പോഴും ഞങ്ങൾ ഇതൊന്നും വിട്ടിട്ടില്ല. ഞങ്ങൾ ഇതിന്റെ പുറകെയുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്തവരെ ഞങ്ങൾ പൂട്ടും. കാരണം അന്ന് ഹൈന്ദവ സമൂഹം തെരുവിലിറങ്ങിയത് ഇവരൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ധാരണയിൽ നേതൃത്വത്തെ പൂട്ടാം. തെറ്റിപ്പോയി CPM. അങ്ങനെ കാരണം ഇവിടെ നേതാക്കൾ അണികളെന്ന വ്യത്യാസം സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലോ പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകളിലോ ഇല്ല. ഇവിടെ ഏറ്റവും താഴത്തെ ഒരു അണിക്ക് വരെ ഇത്തരം ഒരു വിഷയത്തിൽ തനതായ രൂപത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നേതാക്കളെ പൂട്ടിയത് കൊണ്ടോ ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരനെ എണ്ണിയാലൊടുങ്ങാത്ത കേസുകളിലേക്ക് തള്ളിവിട്ടത് കൊണ്ടോ മാത്രം ഏതെങ്കിലും വിധത്തിൽ ഇതിന്നൊക്കെ രക്ഷപ്പെടാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നാളെ വീണ്ടും ശബരിമലയെ യുദ്ധക്കളമാക്കി മാറ്റാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് തീർച്ചയായും അവർക്ക് തെറ്റിപ്പോകും എന്നേ പറയാനുള്ളൂ. കാരണം ഹൈന്ദവ സമൂഹം ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ഭരണത്തിന് കീഴിൽ ആ സഹനത്തിന് ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്.
ഇതിപ്പോ പരിധി കടന്നിരിക്കുന്നു. എത്രയോ കോടതി വിധികൾ നടപ്പിലാക്കാൻ എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും നടപ്പിലാക്കാത്ത ഭരണകൂടം നമുക്ക് ഏതൊക്കെ വിഷയങ്ങൾ, ഇപ്പോൾ സഭാ തർക്കത്തിന്റെ വിഷയമാകട്ടെ, മുമ്പൊരിക്കൽ നമുക്കറിയാം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, CAA എതിർപ്പ് നടന്ന ബഹളമാകട്ടെ, ഇവിടെയൊക്കെ തന്നെ ഭരണകൂടം ഒരു പക്ഷേ ഒരു ഭരണകൂടം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അത്തരത്തിൽ ചില അടവ് നയങ്ങളൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ഹൈന്ദവ സമൂഹത്തോട് ചെയ്തത് എന്താണ്? കോടതി വിധി വന്ന മഷി ഉണങ്ങുന്നതിന് മുമ്പ് നടപ്പിലാക്കാൻ ചാടി പുറപ്പെടുക ചെയ്തത്. നിങ്ങൾ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ കരഞ്ഞാലും ആത്മഹത്യ ചെയ്താലും ആത്മഹത്യകൾ വരെ വിഷയത്തിൽ നടന്നു. ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന വിഷയത്തിലാണ് അന്ന് മുന്നോട്ട് പോയത്. അയ്യപ്പ ഭക്തരെ തല്ലി ചതച്ചു. എത്ര സംഭവങ്ങളിൽ പോലീസ് പീഡനത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടില്ല. ഇതൊന്നും പോരാതെ പാർട്ടി കല്ലെറിഞ്ഞു കൊന്നില്ലേ? ചന്ദ്രൻ ചേട്ടനെ പന്തളത്ത് കല്ലെറിഞ്ഞല്ലേ കൊന്നത്? അപ്പോ പാർട്ടിയും പാർട്ടിയുടെ മർദ്ദന ഉപാധിയായ പോലീസ് സംവിധാനവും ഒരുമിച്ച് ഹൈന്ദവ വേട്ടയ്ക്ക് ഇറങ്ങിയതാണ് ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ നമ്മൾ കണ്ടത്. അപ്പൊ അത് തീർന്നു എന്നാരും ധരിക്കണ്ട. ഞങ്ങൾ നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. ഒന്നുകിൽ സമ്മർദ്ദ തന്ത്രമാകാം, ഞങ്ങളോടൊപ്പം നിന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയോ ഉള്ളൂ എന്ന സമ്മർദ്ദ തന്ത്രമാകാം. അതുമല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലൊക്കെ വോട്ട് തട്ടാനുള്ള അടവായിരിക്കും. ഏതായാലും ഹൈന്ദവ സമൂഹത്തിന് ഇതിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല. കാരണം അവരെ സംബന്ധിച്ച് ഇത് അത്രയും ഹൃദയത്തിൽ തട്ടിയൊരു വിഷയമാണ്. നിങ്ങൾ കേസെടുത്താലും ശരി, പിഴയടപ്പിച്ചാലും ശരി, ഞങ്ങളെ തൂക്കിക്കൊന്നാലും ശരി, ഈ വിഷയത്തിൽ അതിൽ പ്രായഭേദമന്യേ ആരും ആയിക്കൊള്ളട്ടെ, ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ച കാല് ഞങ്ങൾ ആരും പുറകോട്ട് എടുക്കില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകും. നിങ്ങൾ കണ്ടിട്ടില്ല ഇതുപോലുള്ളൊരു സംവിധാനത്തെ, ഇത്രയും ഇച്ഛാശക്തിയുള്ള ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ ഞങ്ങൾ നീങ്ങും. ഞങ്ങളെ കോടതികളിൽ തളച്ചിടാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് എന്തെങ്കിലും ഒരു യുക്തി, ഇപ്പോ ഹർത്താൽ പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ഞങ്ങളെയൊക്കെ പ്രതികളാക്കിയത്. ശരി, അങ്ങനെയാണെങ്കിൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിൽ 2 ആള് മാത്രമേ ഉള്ളൂ. ഒന്ന് ഞാനും എന്ന് SJR കുമാർജിയും. എന്തിന്റെ പേരിലായിരുന്നു ബാക്കിയുള്ളവരെയൊക്കെ പറ്റി? അവരാരും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിലെ മറ്റൊരു നേതാക്കളും ആ വിഷയത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചില്ല. ഞങ്ങൾ 2 പേര് ആണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഞങ്ങളല്ലേ പ്രതികളാകേണ്ടിയിരുന്നുള്ളൂ? ഡോക്ടർ സെൻകുമാർ, മറ്റേ രാധാകൃഷ്ണ സാർ, ഇവരൊക്കെ ഇതിലെങ്ങനെയാണ് പ്രതിയായി വന്നത്? അഖിലേന്ത്യാ ചുമതലയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിൽ പ്രതിയായി വന്നത്? അപ്പോ ഒരു തരത്തിൽ ഇവർക്ക് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം കോടതികളിൽ ഇത് പോയി പോകുന്നു. കാരണം ഹൈക്കോടതികളിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തള്ളുന്നുണ്ട് ഈ കേസുകൾ. കാരണം നിയമപരമായി ഒരു നിലനിൽപ്പില്ലാത്ത വിധത്തിലാണ് ഈ കേസുകൾ ചാർജ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ ഇത് അറിഞ്ഞിട്ട് എന്തിനാണ് ഇതിന് നിൽക്കുന്നത്? അപ്പോ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഇത്തരത്തിലാണോ ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും? ഇങ്ങനെയാണോ നിയന്ത്രിക്കേണ്ടത്? ഇതാണോ രാഷ്ട്രീയം? അപ്പൊ ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ്. CPM എന്ന പ്രസ്ഥാനത്തിന്റെ, അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ, അവർ ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവരുടെ ആത്മഹത്യയാണ് ഇത് കാണിക്കുന്നത്. അവരുടെ പരാജയമാണ് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടത്. നമ്മുടെ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു പറഞ്ഞു വെച്ച ഒരു കാര്യത്തിന്റെ ചുവട് പിടിച്ചാണ് ചോദ്യം. ഇതെങ്ങനെ കുറ്റപത്രമാകും? ഇത് കുറ്റപത്രമല്ല, കള്ളപത്രമല്ലേ? ഇതിനെങ്ങനെ കുറ്റപത്രം എന്ന് പറയാം? കുറ്റം ചെയ്തവരല്ലേ? കാരണം എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക? അതാണ് ഞാൻ പറഞ്ഞത്. ഹർത്താൽ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞങ്ങൾ 2 പേരാണ് ഹർത്താൽ ആഹ്വാനം വന്ന് ചെയ്തിരിക്കുന്നത്. അതിലെങ്ങനെ സംഘത്തിന്റെ ഒക്കെ ആളുകൾ പറഞ്ഞത്? പ്രാന്ത സംഘചാലകമായിരുന്ന PD മേനോൻ സാർ വരെ അതിനകത്ത് പ്രതിയാണ്. സംഘം ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടില്ല, യാതൊന്നും ഇത് ചെയ്തിട്ടില്ല. ഇത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ആ ശബരിമല കർമ്മസമിതിയുടെ ഉത്തരവാദിത്വം, അത് കേരള സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് ഞാനും SJR കുമാർജിയുമാണ് ചെയ്തത്. അപ്പോ രാഷ്ട്രീയ വൈരാഗ്യമുള്ള എല്ലാവരെയും ഇതിലേക്ക് വലിച്ചഴക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തു എന്നതിന്റെ പേര് 2 ദിവസം, ഹർത്താൽ 1 ദിവസമേ ഉള്ളൂ. 2 ദിവസം നടന്ന എല്ലാ കേസുകളിലും ഞങ്ങളെയൊക്കെ പ്രതിയാക്കി. ഇനി എനിക്ക് തോന്നുന്നു അതേ ദിവസമാണ് ചന്ദ്രൻ തലയ്ക്ക് കല്ലെറിഞ്ഞ് കൊന്നത്. ഇനി അതിലും ഞങ്ങളെ കൊണ്ട് പ്രതിയാക്കുമെന്ന് നിശ്ചയില്ല. കാരണം അത് ഇത് ദിവസം നടന്നതാണല്ലോ. ഇപ്പൊ CPMന്റെ മാർക്സിസ്റ്റുകാര് തലയ്ക്ക് കല്ലെറിഞ്ഞ് തല പൊളിച്ച് കൊന്നതിൽ ഇനി ഞങ്ങൾ 1-ാം പ്രതിയാകുമോ എന്ന് മാത്രമേ കാണുള്ളൂ. ഇത് കേരളമാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ്. അങ്ങനെ നടന്നാലും നമുക്ക് അതിൽ അതിശയൊന്നും പറയാൻ വയ്യ. ഈ കുറ്റപത്രമൊക്കെ സമർപ്പിക്കുന്നത് എത്ര അന്വേഷണത്തിന് ശേഷമാണ് ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ടത്? വായി തോന്നിയ വിധത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. പലപ്പോഴും ദിവസങ്ങളെടുക്കും ഒരു കുറ്റപത്രം. ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണെപ്പോഴും ദിവസങ്ങളെടുത്തിട്ടാണ്, മാസങ്ങളെടുത്തിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കുക. എത്ര അന്വേഷണത്തിന് ശേഷമാണത് നടത്തുന്നത്? ഇവരെന്ത് അന്വേഷണമാണ് നടത്തിയത്? ഞങ്ങളൊക്കെ ബാബാബു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഞങ്ങളൊക്കെ ഈ കേസിൽ പ്രതിയായിരുന്നു എന്നാണ് ഇവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. അപ്പൊ എന്ത് അന്വേഷണമാണ് നടക്കുന്നത്? AKG സെന്ററിൽ നിന്നാണോ കുറ്റപത്രം തയ്യാറാക്കിയത്? അങ്ങനെ AKG സെന്ററിനും ആവാൻ വഴിയില്ല. കാരണം അവിടെ രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാവില്ല. AKG സെന്ററിന്റെ അടുത്തുള്ള ഏതെങ്കിലും ബാറെന്നോ കള്ളുഷാപ്പെന്നോ ആയിരിക്കും മിക്കവാറും ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സുശീൽ ടീച്ചർ, വീണ്ടും ഏറ്റുമുട്ടലിനോ സർക്കാർ ഒരുങ്ങുന്നത്? ഏറ്റുമുട്ടൽ അവർ ആഗ്രഹിക്കുന്നു. ഹൈന്ദവ സമൂഹവുമായി ഒരു ഏറ്റുമുട്ടൽ, നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അവർ ആഗ്രഹിക്കുന്നു.
അതല്ല എങ്കിൽ 2018 ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായത്. 2018 ശേഷം നീണ്ട 7 വർഷമാണ് കടന്നുകൊണ്ട് 2025 നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ 7 വർഷം കഴിഞ്ഞിട്ടും പകയടങ്ങാതെ ഭരണകൂടം ഇതേപോലെ തന്നെ എല്ലാവരെയും വലിച്ചഴക്കുന്നു. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുമാതിരി എല്ലാവരെയും ഹൈന്ദവ സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നേരിട്ട് സ്ഥാനങ്ങളൊന്നും വഹിക്കാത്ത ആരാധ്യനായ ഗോവ ഗവർണറെ അടക്കം അതുപോലുള്ളവരെ, അല്ലെങ്കിൽ തന്നെ വിശ്രമ ജീവിതം നയിക്കുന്ന രാജേട്ടനെ പോലുള്ളവരെ ഒക്കെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത് പ്രത്യക്ഷത്തിലൊരു ഏറ്റുമുട്ടൽ ഭരണകൂടം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊരു വെല്ലുവിളി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ആ വെല്ലുവിളി നമുക്ക് കാണാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വെല്ലുവിളിക്കാനാണ് ആഗ്രഹമെങ്കിൽ വെല്ലുവിളി ഞങ്ങൾക്ക് ഏറ്റെടുത്ത് വെല്ലുവിളിക്ക് ഉത്തരം ഒരിക്കൽ അവർ അനുഭവിച്ചതല്ലേ? തീർച്ചയായും ഒരിക്കൽ അവർ അനുഭവിച്ചതാണ്. അതുപോലെ തന്നെ പറഞ്ഞത് സർക്കാർ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഒരു മടിയും കൂടാതെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം തയ്യാറാണ്, ഹൈന്ദവ സംഘടനകൾ തയ്യാറാണ്. വീണ്ടും സർക്കാരിന് പൊള്ളും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരിക്കൽ അവർ ആ പൊള്ളൽ അനുഭവിച്ചതാണ്. എന്താണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ഉള്ളിലുള്ള വികാരമെന്നും അതിന്റെ അഗ്നിയുടെ ചൂട് എന്താണെന്നും ഒരിക്കൽ അവർ അറിഞ്ഞതാണ്. പിന്നീട് വീടാന്തരം നടന്ന് മാപ്പ് പറയേണ്ടി വരും. അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് CPM-ന്റെ വിശദീകരണം തന്നെ വീടാന്തരം നടന്ന ഒരു മാപ്പ് പറയുകയായിരുന്നു അവരുടെ നടന്നത്. അപ്പോ ഇനിയൊരു ഏറ്റുമുട്ടലിനാണെങ്കിൽ അത് മാപ്പ് കൊണ്ട് നിൽക്കും എന്നവർ വിചാരിക്കരുത്. രാഷ്ട്രീയത്തിനപ്പുറമാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ള തിരിച്ചറിവിലേക്ക് ഭരണകൂടം പോയില്ല എങ്കിൽ ഇത് തീക്കളിയാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഈ കളി കാരണം ഇത് ഒരിക്കലും നമുക്ക് പൊറുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. ഈ കളി തീക്കളിയാണ് എന്ന് മാത്രം പറഞ്ഞത് കോടതിയിൽ കാണാം എന്ന് മാത്രമല്ല ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ വിഷയത്തിൽ. ശരി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഞാൻ നേരത്തെ ചോദിച്ചത് അങ്ങ് കേട്ടില്ല. അതായത് ഈ കള്ളക്കേസുകൾ, ഈ കള്ളപത്രം, ഇതൊക്കെയും ആരെ പ്രീഡിപ്പിക്കാൻ? നിസ്സംശയം വളരെ കൃത്യമായിട്ട് പറയാമല്ലോ. CPM-ന്റെ ഉദ്ദേശം തന്നെ വളരെ വ്യക്തമാണ്. അല്ല, ഈ സൗണ്ട് തിരിച്ചതിൽ ചെവിയിൽ തന്നെ ശ്രദ്ധിക്കാം പറഞ്ഞോളൂ. ഇത് CPM-ന്റെ നിലപാട് എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ 2ാം തവണ വന്ന് ഇപ്പോൾ 3.0 എന്നുള്ള ഒരു ലക്ഷ്യം അവർ മുന്നോട്ട് വച്ചിരിക്കുന്നു. ആ മുന്നോട്ട് വെക്കുമ്പോൾ അവർക്ക് എന്താണ് ആവശ്യം? അവർക്ക് വോട്ട് ബാങ്കാണ് ആവശ്യം. ആ വോട്ട് ബാങ്ക് ഈ ഒരു സമൂഹത്തെ കൃത്യമായി കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമാണ് ആ വോട്ട് ബാങ്ക് നിലനിർത്താൻ സാധിക്കുള്ളൂ എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPM-ന്റെ പാർട്ടി നയം തന്നെയാണ് പിണറായി വിജയനിലൂടെ നടപ്പിലാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ചെറുതായി കാണാൻ സാധിക്കില്ല. ശബരിമല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് ഇവർ ഇണ്ടാസും പിടിച്ചു വന്ന് ഇവർ നടത്തിയിട്ടുള്ള ഓരോ ശൈലികളും മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു കോടതി വിധി ഉണ്ടായി, ആ കോടതി വിധിയെ അമിക്കബിളി സെറ്റിൽ ചെയ്യാതെ ആ കോടതി വിധിയുടെ മറ പിടിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മൊത്തമായി അടിക്കാനുള്ളൊരു വടിയായി കൊണ്ടുവന്ന് ഇവർ യൂണിഫോം ഇട്ട കാക്കിധാരികളായിട്ടുള്ള തെമ്മാടിക്കൂട്ടങ്ങളെയും DYFIയുടെ ഗുണ്ടകളെയും CPM-ന്റെ തെമ്മാടികളെയും നിരത്തിക്കൊണ്ട് ആചാര ലംഘനത്തെ എതിർക്കുന്ന വിഭാഗം റോഡിലിറങ്ങി സമാധാനപൂർവ്വം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭജന ചൊല്ലിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന സമയത്ത് അവരെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചത് നമ്മൾക്കറിയാം. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്? മനഃപൂർവ്വം വർഗീയ ലഹളയുണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ആളുകളെ കണ്ടണ്ടേ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി സമൂഹത്തിന്റെ ചോരയൂറ്റി കുടിച്ചിട്ടായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മതി, അതിൽ സന്തോഷിക്കുന്ന ആളുകൾ വല്ലവരും ഉണ്ടെങ്കിൽ ആ വോട്ടുകളുടെ കൺസോളിഡേഷൻ അവരവരുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഇടതുപക്ഷത്തിനുണ്ട്. ഞങ്ങൾ ചോദിച്ചോട്ടെ, ഇടതുപക്ഷത്തിൽ അങ്ങനെയാണ് എങ്കിൽ അവർക്ക് ഹിന്ദു വിഭാഗത്തിൻ്റെയും അയ്യപ്പ സ്വാമിയെ വിശ്വസിക്കുന്ന വ്യക്തിയുടെയും നിലവിളക്ക് കൊളുത്തുന്ന വ്യക്തിയുടെയും ചന്ദനം തൊടുന്ന വ്യക്തിയുടെയും ഭസ്മക്കുരി തൊടുന്ന വ്യക്തിയുടെയും വോട്ട് വേണ്ട എന്നും നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും നിങ്ങളുടെ വോട്ടിൽ ഞങ്ങൾക്ക് ജയിക്കണ്ട എന്നും പറയണം. നാട്ടിലുള്ള ഒരുത്തനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടോ? ഗോവിന്ദനോ പിണറായിയോ ഇനി ഏതെങ്കിലും ഒരുത്തന് ഞങ്ങൾക്ക് ഹിന്ദു വിശ്വാസികളുടെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതുപോലെ
ക്ഷേത്രങ്ങളെയും അംഗീകരിക്കുന്നവൻ്റെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് നട്ടലോടുകൂടി ഇവരെ പറയാൻ തയ്യാറാകട്ടെ. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് പുറകിൽ കൃത്യമായിട്ടുള്ള മതമുണ്ട്. ആ മതത്തിൻ്റെ പുറകിൽ ആര് പ്രവർത്തിച്ചു, അതിൻ്റെ പുറകിൽ ആര് കടിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാടമ്പി വിജയനും തെമ്മാടി പോലീസും വൃത്തികെട്ട നുണപത്രവുമായി വരുന്ന സമയത്ത് ഇവിടുത്തെ പോലീസിനോട് നമുക്ക് ചോദിക്കാനില്ലേ, ഇവർ ഒരു ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗം തന്നെയല്ലേ ഈ അന്വേഷണ റിപ്പോർട്ട്? ഇവർ ഇത്ര കാലം ഇരുന്ന് അന്വേഷിച്ചിട്ട് ഇവർക്ക് മനസ്സിലായത് എന്താണ്? ആ ഭാഗത്തുണ്ടാവാത്ത ഒരാൾ, ഇതുമായി പുലബന്ധം പോലും ഈ പ്രശ്നവുമായി ഇല്ലാത്ത ആളുകളെ ഇതിൻ്റെ മുന്നിലേക്ക് വലിച്ചിഴച്ചിട്ട് അതിൻ്റെ ആ നേതാക്കന്മാരിലേക്ക് ഇതിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഗൂഢാലോചന നടത്തിയതിൻ്റെ പുറകിലുള്ള കാര്യം ആ ഒപ്പിട്ട പോലീസ് ഏമാൻ കോടതിയിൽ പറയേണ്ടി വരും, അല്ലെങ്കിൽ പറയിപ്പിക്കും. കാരണം അത് നമ്മൾ പഠിക്കണം. അതിൻ്റെ പുറകിൽ എത്രത്തോളം ആഴത്തിൽ ഇവരുടെ തീവ്രവാദ സ്വഭാവമുള്ള വർഗീയവാദം ഇടതുപക്ഷം പോലീസിലൂടെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് പഠിക്കണം നമ്മൾ. അതിൻ്റെ പുറകിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി തുലാസിൽ വെച്ച് വിൽക്കാനുള്ളതല്ല ഹിന്ദു ആചാരങ്ങളും സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളും ആ വിശ്വസിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ മനസ്സും എന്നുള്ളത് ഇടതുപക്ഷം ഓർമ്മിച്ചാൽ നല്ലത്. ഇവർ ഒരു സമയത്ത് ഇതിൻ്റെ കൈ പറഞ്ഞതാണ് ശബരിമല വിശ്വാസികളുടെ ബുദ്ധിമുട്ടിൽ ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SDR കുമാർ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ SDR കുമാർ, ആചാരങ്ങൾക്ക് നേരെ വീണ്ടും ഉന്നം പിടിക്കുന്നു. ശബരിമല 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷം വളരെ ധൃതി കൂട്ടി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടത്തിയ ഒരു വഞ്ചനയായിരുന്നു. നമ്മൾ ആ സമയത്ത് ഒരു കാരണവശാലും ഭക്തരല്ലാത്തവരെയും അതുപോലെ തന്നെ ഈ ഹിന്ദു സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെയുമെല്ലാം ശബരിമലയിലേക്ക് ആനയിച്ച്, പ്രത്യേകിച്ച് നമ്മൾ കണ്ടത് പോലീസിന്റെ അകമ്പടിയോടുകൂടി വേഷം മാറി പ്രച്ഛന്ന വേഷധാരികളായി അവരെ കൊണ്ടുവരികയും എന്നാൽ ഭക്തജനങ്ങളായിട്ടുള്ളവരെ അവിടെ കയറുന്നതിനെ തടസ്സപ്പെടുത്തുകയും അവിടെ ഭക്തിപൂർവം തൊഴാനെത്തുന്നവരെ തടസ്സപ്പെടുത്തുകയും ഭജന നടത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും എല്ലാം ചെയ്ത വിചിത്രമായ ഒരു സംഭവമായിരുന്നു നമ്മൾ 2018 കണ്ടത്. യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം 2018 അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2006 മുതലാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്. 2006 ശബരിമല നടന്ന ഒരു ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഒരു യുവതീ സ്പർശം ഏറ്റു എന്ന് കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരക്രിയ ശബരിമല ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്തതാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. ആ പരിഹാരക്രിയയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ പരിഹാരക്രിയ ഒരു യുവതി അയ്യപ്പ വിഗ്രഹത്തിൽ സ്പർശിച്ചു എന്നുള്ളത് കൊണ്ട് എന്തിനാണ് ഒരു പരിഹാരക്രിയ, അത് യുവതികളെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണെന്നും അതുപോലെ തന്നെ ശബരിമല ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നും ഉള്ളൊരു കിംവദന്തി പരത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നവ ലിബറലിസ്റ്റുകളായിട്ടുള്ള കുറേയധികം സ്ത്രീകൾ ഡൽഹിയിൽ ഒത്തുകൂടി അവരുടെ ചില ലേഖനങ്ങൾ എഴുതുകയും അതിനുവേണ്ടി ചില തയ്യാറെടുപ്പുകൾ നടത്തുകയും നൗഷാദ് എന്ന അഭിഭാഷകന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ ഒരു സംഘടന പെട്ടെന്ന് രൂപീകരിക്കുകയും ആ സംഘടന ഈ വിഷയം വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കുകയും ചെയ്തതാണ് ഇതിന്റെ ആരംഭം. പക്ഷേ ഇതിന്റെ പിന്നിൽ, ഞാൻ ഈ പറഞ്ഞതിനെല്ലാം പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. അത് ഈ ശബരിമല ഈ വിഷയത്തിൽ 2006 കേസ് കൊടുത്ത ഈ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷന്റെ നൗഷാദ് എന്ന പ്രസിഡന്റ് മാറി നിന്നുകൊണ്ട് ഈ 4 വനിതകൾ അവരെ കൊണ്ട്, വനിതാ അഡ്വക്കേറ്റുമാരാണ്, അവരെ കൊണ്ടാണ് കേസ് കൊടുപ്പിച്ചത്. പക്ഷേ ആ എഴുതി കൊടുത്ത പെറ്റീഷനും അതിന്റെ എല്ലാ പിന്നാമ്പുറങ്ങളിലെല്ലാം പ്രവർത്തിച്ച നൗഷാദാണെന്നും ഇത് യാതൊരു കാരണവശാലും ഇതിന് സത്യമില്ലെന്നും ഞങ്ങളെയൊക്കെ ബലാത്കാരം മൂലമാണ് ഒപ്പിടിച്ചതെന്നും ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്നും ഈ കേസ് കൊടുത്ത 3 വനിതാ അഭിഭാഷകന്മാർ സുപ്രീം കോടതിയിൽ തന്നെ പ്രഖ്യാപിക്കുകയും അവർ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ ലോണിൽ അവിടെ നിൽക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്ത് ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ വീഡിയോ കിട്ടും. അപ്പൊ ഇത്തരത്തിലെ ഒരു ഗൂഢാലോചനയുടെ പങ്കാളികളാണ് ഈ ഇടതുപക്ഷ സർക്കാരും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഈ മൊത്തത്തിൽ ശബരിമലയെ തകർക്കാനും, നമുക്കറിയാം ഈ ഗണപതി മിത്താണെന്നും അല്ലെങ്കിൽ സനാതധർമ്മം ഇല്ലാതാകണമെന്നും
ഒക്കെ കൊണ്ടിരിക്കുന്ന ഈ കൂട്ടര് ഓരോ അവസരങ്ങളും ഈ ഹിന്ദു വിശ്വാസത്തെയും ക്ഷേത്രങ്ങളെയും എല്ലാം തകർക്കാനായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത് കുറച്ചുകൂടെ ശക്തമായിട്ട് വരുന്നതിന്റെ കാരണം ഈ പിണറായി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കയറിയതിന് ശേഷം നമുക്കറിയാം 2016 ശേഷം അവരുടെ ഒരു നയത്തിലുണ്ടായിരുന്ന പ്രധാന ഒരു മാറ്റം, അവര് മുൻപ് അവരുടെ ഒരു വളരെ അക്രമാസക്തമായ രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിന് വിധേയരായിരുന്നത് മൊത്തത്തിൽ ഈ എല്ലാ കേരളീയ സമാജവും ഉണ്ടായിരുന്നെങ്കിൽ ഈ 2016 പിണറായി സർക്കാർ വന്നതിന് ശേഷം നമുക്ക് അവരുടെ ഓരോ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാകും ഹിന്ദു സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലാണ് ഈ പിണറായി സർക്കാരും അവരുടെ പോലീസും അവരുടെ എല്ലാ സംവിധാനങ്ങളും ദേവസ്വം ബോർഡ് ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും. അതുകൊണ്ട് അത്തരത്തിലൊരു പ്രവർത്തനം അല്ലെങ്കിൽ ആരെയൊക്കെ പ്രീതിപ്പെടുത്താനായിട്ട് അതല്ലെങ്കിൽ ആരുടെയൊക്കെയോ ചില കാര്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കാനും അവരെ മാനസികമായി താർക്കാനും ക്ഷേത്രവിശ്വാസത്തെ താർക്കാനും ഒക്കെയുള്ള നീക്കങ്ങളാണ് നടന്നത്. തുടർന്ന് ഇങ്ങോട്ട് നമുക്കറിയാം ശക്തമായ പ്രതിഷേധം നമ്മളെല്ലാം നടത്തി. എനിക്ക് തോന്നുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രതിഷേധമായിരുന്നു. കേരളത്തിൽ മാത്രമല്ല നടന്നത്, ലോകത്തെമ്പാടും തന്നെ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെയും കേരള സർക്കാരിന്റെ ഈ അനിയന്ത്രിതമായിട്ടുള്ള ഹിന്ദു പീഡനത്തിനെതിരെയും എല്ലാം നമ്മൾ പ്രതികരിച്ചു. ഈ അതിന്റെ ഒരു തിക്താനുഭവമാണ് ഇന്ന് നമ്മൾ കാണുന്ന പല കേസുകളും നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ഏതെല്ലാം തരത്തിലാണോ ഈ വിഷയത്തിൽ സർക്കാരിനെ പ്രതികൂട്ടിലാക്കാൻ അല്ലെങ്കിൽ സത്യം തുറന്നു പറയുന്നവര്, അതല്ലെങ്കിൽ പൊതു ഹിന്ദു സമൂഹം ഭക്തജനങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ആരൊക്കെയാണോ അവരെ എല്ലാം അക്കമിട്ട് എണ്ണി അവരുടെ എല്ലാം പേരിൽ ഏതൊക്കെ തരത്തിൽ കേസെടുക്കാമോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ പീഡിപ്പിക്കാമോ ഇതെല്ലാം അന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഏകദേശം 1000-ഓളം കേസുകൾ അനുഭവിക്കുന്ന ഒരാളാണ് ഇതേ വിഷയത്തിൽ. ഇതെല്ലാം കള്ളക്കേസുകളാണ്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ ഈ കേസുകളെല്ലാം നടന്നിരിക്കുന്ന തീയതിയും ഡേറ്റും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം നടന്നിരിക്കുന്നത് ഇപ്പൊ ഈ കേസിന് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന കേസിന് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുടെ പ്രാഥമിക FIR നോക്കിയാൽ അറിയാൻ പറ്റും. 2019 ജനുവരി മാസം 2-3 തീയതികളിൽ നടന്ന സംഭവങ്ങളിലാണ് ബഹുഭൂരിപക്ഷം കേസുകളും. അതായത് 2019 ജനുവരി 2-ാം തീയതിയാണ് അവിടെ ബലമായിട്ട് ചില സ്ത്രീകളെ സർക്കാരും പോലീസുകാരും ദേവസ്വം ബോർഡും എല്ലാം ചേർന്ന് അവിടെ കൊണ്ടുവരികയും അതിനുശേഷം നടന്ന ഒരു ശക്തമായ ഒരു പ്രതിഷേധ ജ്വാലയായിരുന്നു കേരളം മൊത്തം. അതായത് ഒരു ഹർത്താൽ നമ്മൾ ആഹ്വാനം ചെയ്തു. കേരളം മൊത്താകെ നിശ്ചലമായി ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു. അതിന്റെ പകരം അതിനെ കണക്കാക്കി അല്ലെങ്കിൽ അതിന്റെ ആരൊക്കെയാണോ അതിനു വേണ്ടി പ്രവർത്തിച്ചത് അവർക്കൊക്കെ എതിരെ നീങ്ങുന്ന തരത്തിലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഏതാണ്ട് 2 മാസത്തിന് ശേഷം നടന്ന ഈ പറഞ്ഞ കേസുകൾ. ഇതിന്റെ മറ്റൊരു വശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം നടന്നിരിക്കുന്നത് ഒരേ സമയം ഒരേ ദിവസമാണ്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും 2019 ജനുവരി മാസം 2-3 തീയതികളിൽ നടന്നിരിക്കുന്ന ഏതൊക്കെ ക്രൈമുണ്ടോ അതിലെല്ലാം അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് 13 പേരുടെ പേരെഴുതിയിട്ട് ഈ 13 പേരെയും ഈ പറഞ്ഞ എല്ലാ കേസിലും പ്രതിയാക്കണമെന്ന് പറഞ്ഞിട്ട് DGPയുടെ സർക്കുലർ എല്ലാ SP-മാർക്കും പോവുകയും അങ്ങനെയാണ് ഈ എഴുതി ചേർത്താണ് ഇതെല്ലാം നമ്മൾ ഇതിന്റെ തെളിവുണ്ട് ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട്. ദൗർഗാഭിഷാൽ ഹൈക്കോടതിയും അത് വേണ്ട തരത്തിൽ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ശ്രീ SJR നിയമ സംവിധാനത്തിന് മുന്നിലെത്തിയാൽ അപ്പാടെ പാളിപ്പോകുമെന്നറിയാമായിരുന്നിട്ടും ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാകും? അവർക്കത് ഇത്തരം പ്രവർത്തിക്കുന്നവരെ നിശ്ചലമാക്കുക, അതല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികളിൽ നിന്ന് സർക്കാരിനെ ചോദ്യം ചെയ്യുന്നതില്ല, അതല്ലെങ്കിൽ സനാതനധർമ്മത്തെയും ക്ഷേത്ര സംസ്കാരത്തെയും സംരക്ഷിക്കുന്നവരെ അവരെ അതിൽ നിന്നും ആ ഒരു പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ ചെയ്യാമോ അവരെ അറസ്റ്റ് ചെയ്യുക, പീഡിപ്പിക്കുക, കള്ളക്കേസ് എടുക്കുക. അതായത് ചില കേസുകളിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പൊ എന്റെയും ശശികല ടീച്ചറിന്റെയും ഒരു കേസ്, ഞങ്ങൾ ഓരോ കേസ് അവസാനം ഇത് വാറണ്ട് വരുമ്പോൾ നമ്മൾ ഹൈക്കോടതി സമീപിക്കുകയും ക്വാഷ് ചെയ്ത് കിട്ടുന്നുണ്ട് അത് കള്ളക്കേസാണെന്നുള്ള തെളിവോടുകൂടി. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ കണ്ണൂരിലുള്ള ഒരു കേസ് ക്വാഷ് ചെയ്ത കേസാണ്. അതിൽ ഞാനും ശശികല ടീച്ചറും കൂടെ ഈ 2019 ജനുവരി മാസം 3-ാം തീയതി രാവിലെ കണ്ണൂരിൽ ഒരു സ്ഥലം പറയുന്നുണ്ട്. അവിടെ ഒരു പെട്ടി ഓട്ടോ തടഞ്ഞു നിർത്തി അതിൽ ഡ്രൈവറെയും കൂടെ ഉണ്ടായിരുന്നവരെയും ബലമായി പുറത്തെടുത്തിട്ടു, അവരെ മർദ്ദിച്ചു, ആ കൂടെ ഉണ്ടായിരുന്ന ആളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു, അയാളെ കൊല്ലാൻ വേണ്ടി ഡ്രൈവറെ കൊല്ലാൻ വേണ്ടി ലക്ഷ്യമാക്കി കല്ലെറിഞ്ഞു, ഭാഗ്യത്തിന് കല്ല് കൊണ്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കേസാണ്. ഇത്തരത്തിൽ ഞാൻ ഉദാഹരണം പറയാണ്. അതുപോലെ തൊടുപുഴ ഒരു കേസ് ഞാനും ശശികല ടീച്ചറും കൂടെ അവിടുത്തെ ലോക്കൽ ഏരിയ സെക്രട്ടറി CPM-ന്റെ അയാളെ മർദ്ദിച്ചു എന്നും പറഞ്ഞൊരു കേസാണ്.
ഇത്തരത്തില് ഈ മാന്നാറിൽ വന്നിരിക്കുന്ന കേസ് അവിടുത്തെ DYFI പ്രവർത്തകരെ വടിവാൾ വെച്ച് വെട്ടാൻ പോയി എന്നുള്ള കേസാണ്. ഇത്തരത്തില് ഞാൻ പറഞ്ഞ ഒരിക്കലും നട്ടാക്കുറുക്കാത്ത നുണയുമായിട്ട് ഒരു കാരണവശാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തതും ഒരേ സമയം കേരളത്തിൽ ഈ പറഞ്ഞ ഒരേ സമയം ഒരേ ദിവസവും ആണ് ഈ കേസെല്ലാം ചാർജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക എങ്ങനെയാണ് ഒരാൾക്ക് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത്തരം വിവിധ സംഭവങ്ങൾ ഒരേ സമയത്ത് പങ്കെടുക്കാൻ സാധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യും. എന്നാൽ ഈ വിഷയം ഹൈക്കോടതിയിൽ നമ്മൾ എത്തിച്ചതിന് ശേഷം ഹൈക്കോടതി പോലും അത് വേണ്ട തരത്തിൽ പരിഗണിച്ചില്ല എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടെ സത്യം ഞാൻ പറയേണ്ടി വരും. കാരണം കോടതിയെങ്കിലും ഇത് നമ്മൾ അവിടെ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഇത്തരം വിവിധ കേസുകൾ വന്നിട്ടുണ്ട്, ഇതെല്ലാം കള്ളക്കേസാണ്. കാരണം ഈ ഞാനീ പറഞ്ഞ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം, ഒരേ സമയത്ത് എങ്ങനെയാണ് ഇത്രയധികം സ്ഥലങ്ങളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ പലർക്കും പല കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുക എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട് തന്നെ കള്ളക്കേസാണെന്ന് പറയാം. ഇനി അതല്ല, ഇനി കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഒരു കോടതിയിലേക്ക് കൊണ്ടുവരൂ. ആ കോടതിയിൽ ഈ കേസെല്ലാം കൂടെ ഒന്നിച്ചു കേൾക്കാൻ പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലും വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇതുവരെ ഹൈക്കോടതി പോലും ഇത് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അതായത് നിയമ സംവിധാനത്തെ അത് എത്രത്തോളം വികൃതമാക്കി ഉപയോഗിക്കാമോ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സർക്കാരും, എന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്നവർക്ക് വേണ്ട ഒരു സംരക്ഷണം പോലും ഈ നാട്ടിൽ ഇല്ല എന്നുള്ള ഒരു സത്യാവസ്ഥ ഞാൻ തുറന്നു പറയാൻ നിർബന്ധിതനാകുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയൊരു ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വിഷയം കൊണ്ടുചെന്ന് എത്തിച്ച് എത്ര വികൃതമായിട്ടാണ് ഈ സർക്കാരുകൾ അവരുടെ പോലീസ് സംവിധാനത്തെയും മറ്റും ദുരുപയോഗം ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലാണ് ഹൈന്ദവ സമൂഹത്തെ ഇല്ലാതാക്കാൻ, സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ, ക്ഷേത്ര സംസ്കാരത്തെ ഇല്ലാതാക്കാൻ, പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയത്തിൽ ഇതെല്ലാം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഓരോ കേസുകളും എൻ്റെ കേസുകളുടെ FIR ഫയലുകൾ ചെയ്തിരിക്കുന്നത് ഒരു 10,000-ഓളം ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരിക്കലും ആർക്കും നടത്താൻ അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കേസുകൾ നമ്മളെ ഈ ആളുകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കേസിൽ ഈ പറഞ്ഞ 13 പേരിൽ ആരുടെങ്കിലും ഒരു സാന്നിധ്യം പോലും ഇവർക്ക് തെളിയിക്കാൻ സാധിക്കത്തില്ല. മറ്റൊരു വിചിത്രമായ കാര്യം കൂടെ ഞാൻ പറയാം. ഇതുവരെ ഈ കേസിന്റെ പല കേസുകളും നമ്മളുടെ മുന്നിൽ വന്നു. ഇതിലെല്ലാം പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഇതിലൊന്നും ഒരു ഒറ്റ സാക്ഷി പോലും ഇല്ല എന്നുള്ളതാണ്. ഈ FIR ഒക്കെ ഉണ്ടെങ്കിലും ഇതിലൊന്നും ഒരാൾ സാക്ഷിയില്ല. അങ്ങനെ സാക്ഷി പോലും, കാരണം എങ്ങനെ സാക്ഷി പറയാൻ പറ്റും ഒരാൾക്ക്? കാരണം അവിടെ ഈ സാന്നിധ്യമില്ലാത്ത ആളുകളുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എത്ര വലിയ ഒരു ക്രൂരമായ ഒരു നടപടിയാണ് കേരള സർക്കാരും കേരള പോലീസും. ഞാൻ പറയുന്നത് ഈ ഇത്രയധികം പ്രകീർത്തിക്കപ്പെടുന്ന IPS ഉദ്യോഗസ്ഥന്മാർ പോലും ഉള്ള ഈ പോലീസ് സേനയിൽ അവരെ ദുരുപയോഗം ചെയ്യാണ്. ഈ DGP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2019 ഈ വിഷയം വന്നതിന് ശേഷം മാർച്ച് മാസത്തോടുകൂടിയാണ് അത് കേസെല്ലാം 2019 ജനുവരി 2-3 എടുത്തു. അതിന്റെ FIR തയ്യാറാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മാർച്ച് മാസത്തിൽ ഒരു പില്ലിന്റെ ബേസിൽ ഈ ആളുകളെല്ലാം പ്രതി ചേർക്കുകയാണ്. അത് ഈ DGPയുടെ ഒരു കത്ത് എല്ലാ SP-മാർക്കും പോകുന്നു. ആ കത്തിന്റെ കോപ്പിയൊക്കെ നമ്മൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് താഴെ പറയുന്നവരെല്ലാം 2019 ജനുവരി മാസം 2-3 നടന്ന എല്ലാ ക്രൈമിലും പെടുത്തണം എന്ന് പറഞ്ഞു പോവുകയും അതങ്ങനെ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അതായത് ഇത് നിയമ സംവിധാനത്തെ ഇത്രയും ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കേട്ടുകേഴി പോലുമില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഉത്തരവാദിത്വം ഈ കേരളത്തിലെ പോലീസ് സേനയ്ക്കും അവിടെ ഇരിക്കുന്ന DGP-മാർക്കും ഒക്കെ ഉണ്ട്. അവരൊന്നും ഒരിക്കലും ഇത്തരത്തിലൊരു സർക്കാരിന് കൂട്ടുനിൽക്കാൻ പാടില്ല. അതായത് നിയമരാഹിത്യമാണ് ഇവർ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഇത്തരം വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നിൽ എത്തിക്കുമ്പോൾ ഹൈക്കോടതി പോലും ഇത് വേണ്ട തരത്തിൽ പരിഗണിക്കുന്നില്ല. ഇന്നും ഈ കേസ് നടക്കുകയാണ്. ഇപ്പൊ മാന്നാറിലെ കേസ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ്. കുമാർ, അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് നമ്മുടെ നിയമ സംവിധാനത്തെയും നമ്മുടെ പോലീസ് സംവിധാനത്തെയും ഒക്കെ അപഹാസ്യരാക്കുന്നവരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ഒരാളോ രണ്ടാളോ മാത്രമല്ല, ഇത് ഇടതുപക്ഷ സർക്കാർ മറ്റു ചിലരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വേണ്ടിയിട്ട് ചെയ്യാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദികളോടൊപ്പം ഇന്ന് നമ്മൾക്കറിയാം പഹൽഗാമിലൊക്കെ സംഭവിച്ച എന്താണെന്നുള്ളത്. പഹൽഗാമില് അവര് മതം ചോദിച്ച് അവര് ചില ചിഹ്നങ്ങൾ നോക്കി തേടി ഹിന്ദുക്കളെ വധിച്ചുവെങ്കിൽ ഏതാണ്ട് അതിന് സമാനമെന്ന് തന്നെ പറയേണ്ടി വരും ഈ കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഹൈന്ദവ പീഡനങ്ങൾ. ഇത് നമുക്കറിയാം, ഇത്തരം വിഷയങ്ങൾ മറ്റാർക്കും സംഭവിക്കുന്നില്ല. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഹിന്ദു നേതൃത്വത്തിന് മാത്രം സംഭവിക്കുന്നത്, മറ്റാർക്കും സംഭവിക്കുന്നില്ല? എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എത്ര കേസുകൾ ഇതുപോലെ സമാനമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ സുപ്രീം കോടതി തന്നെ വിധി നടപ്പാക്കാനായിട്ട് നടന്ന ഓർത്തഡോക്സ് സഭയുടെയും മറ്റും യാക്കോബ സഭയുടെയും തമ്മിലുള്ള പ്രശ്നങ്ങളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. പക്ഷെ അവിടെ എങ്ങും ഇത്തരത്തിൽ കള്ളക്കേസ് ചുമത്തി, ആയിരക്കണക്കിന് കള്ളക്കേസ് ചുമത്തി
ഈ നേതാക്കന്മാരെ ഇല്ലാതാക്കാനും അല്ലെ അവരെ ബുദ്ധിമുട്ടിക്കാനും ഒക്കെ ശ്രമം ഒരിക്കലും നടന്നിട്ടില്ല. മാത്രമല്ല ഇത് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ഈ 2019 നടന്ന സംഭവത്തിൽ പിന്നീട് ഈ ആളുടെ FIR പേര് കൂട്ടിച്ചേർത്തിട്ടും ഇന്നും പല പോലീസ് സ്റ്റേഷനിൽ ഇത് പൊക്കിക്കൊടുത്തോണ്ട് വരികയാണ്. അതാണ് ഇപ്പൊ മാന്നാറിൽ നടന്നിരിക്കുന്ന സംഭവം. അപ്പൊ അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും മാസത്തിൽ 1, 2 വീതം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നത് അത് ശക്തമായ ഒരു പ്രക്ഷോഭം. കാരണം ഈ സർക്കാരിന്റെ ഈ ദുർനടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരെ ഈ ഭക്തജനങ്ങൾ സംഘടിക്കുക, ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുക എന്നുള്ളത്. കാരണം ശബരിമല നമ്മൾ അത് ചെയ്ത് നമുക്കറിയാം. അപ്പോൾ ശബരിമല ഈ സുപ്രീം കോടതിയിൽ അവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ യുവതീ പ്രവേശനം അനുകൂലമായിട്ടായിരുന്നെങ്കിലും അവർക്ക് തിരിച്ചടി നേരിട്ടപ്പം അവർ ആ സത്യവാങ്മൂലം മാറ്റിയിട്ടില്ല. പക്ഷെ പൊതുസമൂഹത്തിനോട് പറഞ്ഞു, ഇല്ല ഞങ്ങൾ ശബരിമലയിൽ യുവതീ പ്രവേശനം അനുകൂലമല്ല, തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് ഏതാണ്ട് ലക്ഷോപലക്ഷം ഈ എന്താ പറയുക നോട്ടീസുകൾ അടിച്ചിറക്കി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഒരു വിതരണം ചെയ്തിട്ടാണ് രണ്ടാമത് ഇലക്ഷനിൽ ജയിക്കുന്നതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇവര് എപ്പോഴും കള്ളത്തരം. എന്നാൽ ഇന്നും ആ സത്യവാങ്മൂലം അതുപോലെ നിൽക്കുകയാണെന്നുള്ളത് ഈ പാവം ഈ ഇവർക്ക് വോട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ അവരുടെ ഇത്തരം ഈ നമ്മൾക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം നമ്മൾ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ഇന്ന് പഹൽഗാം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ ഭാരതത്തിൽ നടക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. അതുപോലെ ഈ വിഷയവും ഏതാണ്ട് അതേ സമാനമായ തരത്തിലാണോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം, NIA അന്വേഷിക്കണം. അതല്ലെങ്കിൽ ഏതാണോ അതിന് പറ്റിയ ഒരു സംവിധാനം അവരെ അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നാണ്. കാരണം ഈ സുപ്രീം കോടതിയിലെ ഈ വിധി നടപ്പാക്കാനായിട്ട് ഒരു കാരണവശാലും അവർ ആവശ്യപ്പെടുന്നില്ല, സമയബന്ധിതമായി നടപ്പാക്കണം എന്ന് പറയുന്നില്ല. അത്തരത്തിലുള്ള സമയത്ത് ഒരു കാരണവശാലും ഭക്തരല്ലാത്ത അന്യ സമുദായക്കാരായിട്ടുള്ള സ്ത്രീകളെ, അതും ഞാനത് കൂടുതൽ വിവരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അത്തരം സ്ത്രീകളെ കെട്ടിയൊരുക്കി പോലീസിന്റെ അകമ്പടിയോടുകൂടി പ്രേക്ഷപ്രച്ഛന്താക്കി എന്തിനാണ് ശബരിമലയിൽ കൊണ്ടുവന്നത്? അത് ഹിന്ദു സമൂഹത്തെ അവഹേളിക്കാനല്ലാതെ, അല്ല ക്ഷേത്ര സംസ്കാരത്തിനെ ചോദ്യം ചെയ്യാനല്ലാതെ, ചലഞ്ച് ചെയ്യാനല്ലാതെ എന്ത് ആവശ്യമായിരുന്നു? അതുകൊണ്ട് നന്ദി ശ്രീ SJR കുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ടീച്ചർ, ഇനി എന്ത് എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ്. ഇതുപോലുള്ള ഒരു സമൂഹത്തെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട്, ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട്, വൈരാഗ്യത്തോടുകൂടി യാതൊരു നീതീകരണവും ഇല്ലാത്ത വിധത്തിലുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിന് മുന്നിൽ മറുപടി പറയേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ടാകും. നിയമ പോരാട്ടം ഞങ്ങൾ നിയമപരമായി തന്നെ നടത്തും. ഒപ്പം ഇത് ജനങ്ങൾക്ക് മുന്നിലെത്തിച്ച് ജനങ്ങൾ വിധി എഴുതട്ടെ ഈ ചെയ്തത് ശരിയാണോ എന്നുള്ളത്. ഇതിന് രാഷ്ട്രീയമോ ജനാധിപത്യപരമോ ആയ മര്യാദ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജനം വിലയിരുത്തും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇത് ജനകീയ കോടതിയിൽ കൂടി, കേവലം ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിൽ മാത്രമല്ല, ഇത് ജനകീയ കോടതിയിൽ കൂടി ഇത് വിചാരണ ചെയ്തേ മതിയാകുള്ളൂ. ഇങ്ങനെ ഒരു നെറികേട് ഇനിയൊരു ഭരണകൂടത്തിനും തോന്നാത്ത വിധത്തിൽ ഇത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ള ആ ദൗത്യം അത് ഞങ്ങൾ ഏറ്റെടുക്കും. അതിന് തീർച്ചയായും CPM ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമാണ് ഇതിൽ പറയാം. ശരി. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതൊരു ചെറിയ വിഷയമല്ല. ഇത് പോലീസിൻ്റെ ഈ കള്ളപ്പത്രത്തിനെ പൊളിച്ചെഴുതേണ്ട ഉത്തരവാദിത്തം കൃത്യമായിട്ടുണ്ട്. ഈ കുറ്റപത്രം കയ്യിൽ കിട്ടുന്ന മുറയ്ക്ക് ഇവിടെ ഈ പോലീസ് എഴുതി പിടിപ്പിച്ചിട്ടുള്ള നുണക്കഥകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് തന്നെ നീതിന്യായ സംവിധാനത്തിൽ പോകുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനകത്ത് പറഞ്ഞ ഓരോ വരികളും എടുത്തു പറഞ്ഞുകൊണ്ട് ആ വരികൾക്ക് പുറകിൽ ഇവരുടെ അന്വേഷണം നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി കൃത്യമായി ഇതിൻ്റെ പുറകിൽ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുകയും വിശ്വാസികളെ ടാർഗറ്റ് ചെയ്യുകയുമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെയും പോലീസിൻ്റെയും നിലപാട് എന്ന് പൊതുസമൂഹത്തിൽ കൃത്യമായി ചർച്ച ചെയ്യിപ്പിക്കും. ഒപ്പം തന്നെ ഈ കള്ളപ്പത്രമുണ്ടാക്കി നിയമ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യമായി തന്നെ നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഇതുപോലെ കള്ളപ്പത്രം ഉണ്ടാക്കാൻ ഇനിയൊരു ഓഫീസർ തുനിയരുത്. ഇതുപോലെയുള്ള ഒരു കള്ളപ്പത്രം ഉണ്ടാക്കാൻ ഒരു DGPയും ഒരു കത്തും ഒരു പോലീസ് ഓഫീസിലേക്ക് അയക്കരുത്. ഇതുപോലെയുള്ള കള്ളപ്പത്രം ഉണ്ടാക്കാൻ ഒരു മുഖ്യമന്ത്രിയും ഇനി ഉത്തരവിടരുത്. ആഭ്യന്തരമന്ത്രിയും ഈ വക വേഷം കെട്ടുമായിട്ട് ഇനി വരരുത്. ഈ സമൂഹത്തിന് മുമ്പിൽ ഈ വിഷയങ്ങൾ തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്തം എല്ലാ വിഭാഗത്തിനുമുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങളും ആ കാര്യത്തിൽ കൃത്യമായി
ധീരമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകും. ഇവിടെ പിണറായി വിജയൻ എടുക്കുന്ന ഈ തീരുമാനത്തെ പിണറായി വിജയന്റെ രാഷ്ട്രീയമെന്നോ വിശ്വാസക്കുറവെന്നോ പറയാം. DGP എന്ന് പറയപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ DGP എന്തടിസ്ഥാനത്തിലാണ് പോലീസ് കാണിക്കുന്ന ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്? അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായി അതിൻ്റെ അജണ്ട മനസ്സിലാക്കണം. ആ അജണ്ട സെറ്റ് ചെയ്തവർ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ, നിങ്ങളുടെ അജണ്ട കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വാക്കുകൾ, വരികൾ, പാരഗ്രാഫുകൾ വായിച്ച് അതിൻ്റെ പുറകിൽ നിങ്ങൾ നടത്തിയ ഗൂഢാലോചന പറയുമ്പോൾ ഒപ്പിട്ട തൊപ്പിയിട്ടവൻ ഒരു സംശയവും വേണ്ട, മാപ്പ് പറയേണ്ടി വരും കേരള സമൂഹത്തിനോട്. നുണപത്രം എഴുതിയതിന്, കള്ളത്തരം എഴുതിയതിന് വിശ്വാസികൾക്ക് അവസാനിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യം തെറ്റാകുന്നത് എങ്ങനെയാണ്? നാമജപയാത്രകൾ തെറ്റാകുന്നത് എങ്ങനെയാണ്? നട്ടാൽ കുരുക്കാത്ത കള്ളക്കഥകൾ ഉണ്ടാക്കി കേസാക്കി കുറ്റപത്രമാക്കിയാൽ ആരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? കൃത്യമായ ഉത്തരം നൽകാൻ തയ്യാറാണ് ഹൈന്ദവ സംഘടനകൾ. ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നു അവർ. വളരെയധികം നന്ദി ശശീല ടീച്ചർ, SJR കുമാർ, അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു ഒപ്പം ചേർന്നതിന്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.